കഴിഞ്ഞ 40 വർഷങ്ങൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിർത്തിയ കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ എനിക്ക് ഏറ്റവും ഇഷ്ടം ആഹാബിൻ്റെ മുമ്പിൽ താൻ പറഞ്ഞ ഒരു സെൻറ്റൻസ്. ഒത്തിരി അത്ഭുതങ്ങൾ ഏലിയാവ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു സെൻറ്റൻസാണ്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. അതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാം. നമ്മുടെ ഇടയിൽ പലർക്കും സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവർ പറയും, കഴിഞ്ഞ കൊല്ലം ഞാൻ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ അത്ഭുതം നടന്നു, ഇപ്പോഴോ ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലം നടന്നതറിയാനല്ല കർത്താവിന് ഇഷ്ടം, ഇപ്പോൾ വല്ലതും നടക്കുന്നുണ്ടോ എന്നറിയാനാണ്. ഏലിയാവ് പറഞ്ഞത് ഇന്നലകളിൽ നടന്നതല്ല, ഇന്നലെ ആരാധിച്ചതല്ല, ഞാൻ ഇപ്പോൾ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. അർത്ഥാൽ ഹമേൻ സീതൂന്യ രാജാവ് യത്ബാലിൻ്റെ മകൾ 850 കള്ളപ്രവാചകന്മാർക്ക് കഞ്ഞിവെച്ച നിന്റെ ഭാര്യ ഇസബേലും നീയും ഉൾപ്പെടെ ഉണ്ടാക്കിയ ഈ സാത്താന്യ കൂട്ടുകെട്ടിൻ്റെ മുമ്പിൽ ചങ്ക് വിരിച്ച് നിന്റെ മുഖത്ത് വിരൽ ചൂണ്ടി പറയാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് ഒരല്ലേലൂയ പോലും പറയാത്തത് ആരായാലും മാനസാന്തരപ്പെട്ടിട്ട് ഇന്ന് രാത്രി പുറകാവൂ. സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇതൊക്കെ കേട്ട അല്ലേലൂയ പറയത്തില്ലേ, പിന്നെ ഏത് കേട്ടാ പറയാനിരിക്കുക? മണി ഓർഡർ വരുമ്പോൾ അല്ലേലൂയ പറയുന്നവരെ അല്ല ദൈവത്തിന് ഇഷ്ടം, ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കും അല്ലേലൂയ പറയുന്നവരെയാ. അതുകൊണ്ട് ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ആമേൻ. എൻ്റെ അടുത്തൊരു പാസ്റ്റർ ഇരിക്കാന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു യോഗത്തിൽ. അദ്ദേഹം അല്ലേലൂയായും പറയുന്നില്ല, കൈ പിടിക്കുന്നില്ല, സ്തോത്രം പറയുന്നില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊന്നും പറയത്തില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഈ പിശാച് എവിടുന്ന് വന്നതാണ്. എൻ്റെ അദ്ദേഹത്തോട് നമുക്ക് പറയാൻ പാടില്ലല്ലോ, കാരണം വെള്ളത്തിനൊക്കെ ഇട്ടിരിക്കും പറയരുത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ പറയും, ഇതേത് സഭയിലെ പിശാച്, ആ സഭയിലുള്ളവരുടെ കഷ്ടകാലം എന്ന് ഞാൻ പറയും. അതുപോലെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരും നിങ്ങളെ പറയും. ഒരു സ്തോത്രം പറയുന്നില്ല, വന്നിരിക്കുമ്പോൾ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരുന്നാൽ അടുത്തിരിക്കുന്ന നല്ല കൃപയുള്ള അമ്മ പറയും, ഏത് പിശാചാണോ ഈ അടുത്ത് വന്നിരുന്നത്, ദൈവം എൻ്റെ കഷ്ടകാലത്തിന് ഇത് എൻ്റെ അടുത്ത് വന്നിരുന്നല്ലോ എന്ന് പറയും. നമ്മളെപ്പോഴും ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ അടുത്തിരിക്കുന്നവർക്കൂടെ ഒരു ആത്മപ്രചോദനമായിരിക്കണം. സ്തോത്രം. അടുത്തിരിക്കുന്നവർക്കൂടെ ഒരു ആത്മശക്തി പകരുന്നതായിരിക്കണം. ആമേൻ. പകരപ്പെടുന്ന ഒരാത്മാവാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഇമ്പാർട്ടേഷൻ കൂടി ഇതിനകത്ത് നടക്കുവാൻ, ഒരാത്മ പകർച്ച കൂടെ നടക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ആത്മാവിലുള്ള ആരാധനയുടെ ഘോഷം ഇന്ന് രാത്രി ഇതിനകത്ത് മുഴങ്ങട്ടെ. ഈ പന്തലും മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുകയും വചനം കേൾക്കുകയും കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന രാത്രിയായി മാറേണ്ടതിന് സ്തോത്രം. ഒരു ദേശത്ത് ഒരു സുവിശേഷ മഹായോഗം നടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമൊന്നുമല്ല. ആമേൻ. പക്ഷേ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന യോഗമാണ് പാസ്റ്റർ വെച്ചതെങ്കിൽ പഞ്ചായത്തിലെ മൊത്തം പിശാച് പാസ്റ്റർ പുറകിന് കാണും. പക്ഷെ ജില്ല മുഴുവൻ അറിയുന്നൊരു യോഗം വെച്ച് പാസ്റ്ററുടെ കച്ചവടം തീരും, മൊത്തം ജില്ലയിലെ പിശാച് മുഴുവൻ ഇളകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുഴുവൻ ലോകം മുഴുവൻ അറിയുന്ന എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഓർത്തോ, നമ്മൾ പോസ്റ്റർ എത്രയും കൂടുതൽ ഒട്ടിക്കുന്നുണ്ടോ അവിടുത്തെ പിശാച് ഇളകും. ആ നമ്മളൊരു പോസ്റ്റർ കൊണ്ട് ഒട്ടിക്കും പറയും, ഇവിടെ എന്തിനാണ് കൊണ്ട് ഒട്ടിച്ചത്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് പോസ്റ്റർ കൂടുതൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, പ്രാർത്ഥന കൂട്ടിക്ക് വേണം. കംപ്ലീറ്റ് പിശാച് വിളകിയിട്ടുണ്ട്. പക്ഷെ അവൻ ജയിക്കത്തില്ല, അവൻ ഇളകി നിൽക്കത്തേ ഉള്ളൂ. അവൻ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ട്, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. സിംഹമില്ലെന്നല്ല, അണലിയില്ലെന്നല്ല, അതിൻ്റെ മേൽ നീ ചവിട്ടുമെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ വശത്ത് 1000 പേര് വീഴത്തില്ലെന്നല്ല, 10,000 പേര് വീഴത്തില്ലെന്ന്. നിന്റെ വശത്ത് 1000 പേരും 10,000 പേരും വീഴും, എങ്കിലും നിന്നോട് അടുത്ത് വരികയില്ല. ഒരു ബാധയും നാട്ടിൽ ഇല്ലെന്നല്ല പറഞ്ഞേക്കുന്നത്, ആവശ്യം പോലെ ബാധ തിരുവനന്തപുരത്തുണ്ട്. പക്ഷെ ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർക്ക്
എത്രവർക്ക് പറയുന്നതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ട്? കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ച് ആത്മശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ആമേൻ. ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ മൈക്കെടുത്താൽ എനിക്ക് സാധാരണക്കാരെക്കാൾ ഇച്ചിരി ആവേശം കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും എബ്രഹാമിന് എന്താ അങ്ങനെയെന്ന് ചോദിക്കുന്നത്. അതിൻ്റെ കാരണം, ആമേൻ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അഡ്രസ് ഉണ്ടാകാൻ കാരണം ഈ സത്യവചനമാണ്. എന്നെ ഞാനാക്കി മാറ്റിയത് ഈ സത്യവചനമാണ്. എനിക്ക് എന്തെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനം എനിക്ക് തന്നത് ഈ സുവിശേഷമാണ്. കൃപയുള്ളവർ ആരാധിച്ചോ. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഞാൻ പറയുന്ന അതേ വാചകങ്ങൾ ഒരുപക്ഷെ മൈക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ളവരുണ്ട്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. നല്ലൊരു ആത്മനിറവൊക്കെ അകത്ത് പ്രാപിച്ചാൽ ഇരുന്നുകൊണ്ട് കൈയടിക്കണമെന്നില്ല, എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചാലും ഈ കൺവെൻഷൻ അതൊരു വിഷയമല്ല. അതുകൊണ്ട് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നോ. നിന്റെ ജീവിതത്തെ മാറ്റിയത് ഈ സുവിശേഷമാണ്. നീ ഇട്ടിരിക്കുന്ന നല്ല വസ്ത്രം ഉടുക്കാൻ നിനക്ക് അവകാശം തന്നത് ഇന്ത്യ മഹാരാജ്യത്ത്, ആമേൻ, ഹല്ലേലൂയ, സവർണ അവർണ മേധാവിത്വമുള്ള ജാതി വ്യവസ്ഥതയുള്ള കറുത്തവനെ വെളുത്തവനെ രണ്ടാക്കി മാറ്റിയ, താണ ജാതിക്കാരന് ചിരട്ടയ്ക്കകത്ത് ചായ കൊടുത്ത, താണ ജാതിക്കാരന് നിലത്ത് മണ്ണ് കുഴിച്ചെടുത്ത് തേക്കലയിട്ട് ചോറ് കൊടുത്ത, തെക്കൻ തിരുവിതാംകൂറില് നിനക്ക് പ്ലേറ്റിനകത്ത് ചോറ് തന്നത് ഈ സുവിശേഷമാ. നിനക്ക് ഗ്ലാസിനകത്ത് ചായ കുടിക്കാൻ അവകാശം സുവിശേഷമാ. സഹോദരിമാർ നല്ലപോലെ കൈയടിച്ചോ. നല്ല ചുരിദാർ ഇടാനും നല്ല സാരി ഉടുക്കാനും നിന്റെ ശരീരം മുഴുവൻ മറയ്ക്കാൻ നിനക്ക് അവകാശം തന്നത് ഈ സുവിശേഷമാ. ഇത് മുഴുവൻ മറയ്ക്കാൻ അവകാശമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ മറയ്ക്കാൻ അവകാശം കിട്ടിയപ്പോൾ ചിലർക്ക് മറയ്ക്കണ്ട. അതെന്തുമാകട്ടെ, അത് വേറൊരു വിഷയമാണ്. എന്നാൽ ഇന്ന് രാത്രി നല്ലപോലെ കർത്താവിനെ ആരാധിക്കാൻ ഇനി കേൾക്കേണ്ടവർ കേട്ടോ. മീശ ഉള്ളവരെല്ലാം നല്ലപോലെ സ്തുതിച്ചോ. മീശയ്ക്ക് ഇവിടെ കരമുണ്ടായിരുന്നു, മേൽമീശ കരം. തുകലിന്റെ ചെരുപ്പിട്ടവർ ദൈവത്തെ സ്തുതിച്ചോ. തുകലിന്റെ ചെരുപ്പിടുന്നവർക്ക് ഇവിടെ കരമുണ്ടായിരുന്നു. മുണ്ടുടുക്കണ കരമുണ്ടായിരുന്നു. ഓലക്കൊടയും ശീലക്കൊടയും ഉണ്ടായിരുന്നു. കറുത്ത തുണിയുള്ള ശീലക്കൊട പിടിക്കാൻ എല്ലാ ജാതിക്കാൻ അവകാശമില്ല. താണവർഗത്തിൽപ്പെട്ടവൻ അവൻ ഓല കൊണ്ടുണ്ടാക്കിയ കൊട പിടിക്കണം. മേൽവർഗത്തിൽപ്പെട്ടവൻ ശീല കൊണ്ടുണ്ടാക്കിയ കൊട. എന്നാൽ ഒന്നാലും മൂന്നായിട്ട് മടങ്ങുന്ന കൊട കക്ഷത്തിൽ വെച്ചുകൊണ്ട് ബാഗിനകത്ത് വെച്ചിരിക്കുന്നവർ അല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. അത് ചുമക്കാൻ നിനക്ക് അവകാശം തന്നത് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷമാണ്. ഓ കൃപ നല്ലപോലെ ഗ്രൗണ്ട് മുഴുവൻ ദൈവത്തെ സ്തുതിക്കുക. ഇതിന് അടുത്തിരിക്കുന്നവരെ ഹല്ലേലൂയ, അടുത്തിരിക്കുന്നവരെ ഉണർത്തട്ടെ, ചലിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ഈ സുവിശേഷം എനിക്ക് ശ്വാസോച്ഛ്വാസം തന്ന സുവിശേഷം, എനിക്ക് ആകൃതി തന്ന സുവിശേഷം, എനിക്ക് സ്വരൂപം തന്ന സുവിശേഷം, എനിക്ക് ജീവിതത്തിൽ മേലെടുത്തു തന്ന സുവിശേഷം, ഓ എന്നെ ഞാനാക്കി മാറ്റിയ സുവിശേഷം, എൻ്റെ തലമുറയെ ഇംഗ്ലീഷ് പഠിക്കുന്ന പള്ളിക്കൂടത്തിൽ വിടാൻ അവകാശം തന്ന സുവിശേഷം. പള്ളി വന്നിടത്താ പള്ളിക്കൂടം വന്നത്. അതുകൊണ്ട് സുവിശേഷം എവിടെ വന്നു, ബൈബിൾ എവിടെ വന്നു, അവിടെയാണ് വിദ്യാഭ്യാസം വന്നത്, അവിടെയാണ് ഉയർച്ച വന്നത്, അവിടെയാണ് മാന്യത വന്നത്. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സുവിശേഷം കെടാവിളാകം എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ ഈ സ്ഥലത്തിന്റെ പേര് ഇന്നൊന്ന് മാറ്റട്ടെ, ഇത് കെടാ വിളക്കെന്നാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും കെടാത്ത വിളക്കുള്ള നാടാകട്ടെ. ആ വിളക്ക് സുവിശേഷമായി മാറട്ടെ. ആ കൃപ കൃപ കൃപ. പന്തലിരിക്കുന്നവർ ഹല്ലേലൂയ ഈ സ്റ്റേജിൽ കേൾക്കണം. അവൻ ഇവിടെ എത്ര മൈക്കില്ലാതെ അത്രയ്ക്ക് ശക്തമായി ദൈവത്തെ സ്തുതിക്കാൻ ഈ സുവിശേഷം നമ്മുടെ കയ്യിൽ തന്ന, ഇത് നമ്മുടെ കയ്യിൽ തന്ന ഇന്ന് രാത്രി ഹല്ലേലൂയ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയും, ഇത് വചനം വഴിയാണ്, ഈ വചനം നമ്മുടെ വിളക്കാണ്, ഈ വചനം തേനാണ്, ഇത് തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ്, ഇത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്, ഇത് നിന്റെ തലമുറയ്ക്ക് പാതയ്ക്ക് വിളക്കാണ്. ഇന്ന് രാത്രികാലം ഇത് ചുമക്കാൻ, ഇത് കൊണ്ടു നടക്കാൻ, ഇത് പ്രസംഗിക്കാൻ, ഇത് അനേകരോട് പറയാൻ നമുക്ക് അവസരം തന്ന, നമുക്ക് ഈ ഇന്ത്യൻ നീതിന്യായ കോടതിയും ഇന്ത്യൻ പീനൽ കോഡ് ഭരണഘടനയും ഇന്ന് രാത്രി പ്രസംഗിക്കാൻ നമുക്ക് അവസരം തന്നതിന് ഇന്ത്യയെ ഭരണഘടന ഉണ്ടാക്കിയവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട് സ്വാതന്ത്ര്യമായി ഇത് കേൾക്കാൻ, ഇത് പറയാൻ. എത്ര പ്രസംഗിച്ചാലും പോരാ, എത്ര പറഞ്ഞാലും പോരാ, എത്ര ആർത്തിയോടെ ഭക്ഷിച്ചാലും പോരാ.
അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ സ്ഥലത്തും ഒന്ന് നിൽക്കാൻ, ആമേൻ, കർത്താവിൻ്റെ നാമത്തെ ഒന്ന് ഉയർത്താൻ, ആമേൻ, എനിക്ക് കർത്താവ് കൃപ തന്നു. എല്ലാവരും കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ നിങ്ങൾക്ക് സന്തോഷമാണ്. അടുത്തിരിക്കുന്നവർക്ക് ചിരിച്ചോണ്ട് ഇത് കൊടുത്തിട്ട് എന്തൊരു സന്തോഷമെന്നൊന്ന് പറഞ്ഞാട്ടെ, എന്തൊരു സന്തോഷമെന്ന് പറഞ്ഞാട്ടെ, എന്തൊരു സന്തോഷമെന്ന്. അടുത്തിരുന്നിട്ട് കൈ തരാത്തവരെ സൂക്ഷിച്ചോണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കർത്താവിനൊന്ന് സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ മനസ്സ് നിറഞ്ഞ മനസ്സ് നിറഞ്ഞ യെസ്, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇന്ന് രാത്രിയിലെ വചനചിന്തയ്ക്ക് ആധാരമായി താക്കോൽ വാക്യമായി ഇവിടെ വായിക്കുന്നു. വായിക്കാം. ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. പോക, ഇനി പാപം ചെയ്യരുത്. ഇനി പാപം ചെയ്യരുത്. ആമേൻ. എല്ലാവരും ആ കരമർത്തി വചനത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ വചനത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് വചനം തന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചോ അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ സമയം പോരാ. ആമേൻ. ദൈവത്തിന് തന്നെ അത്രയ്ക്ക് പറയാനുണ്ട്. യേശു ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ഒരു പാപിനിയായ സ്ത്രീ, ആമേൻ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. എൻ്റെ ചോദ്യം, അവൾ ഓടി യേശുവിൻ്റെ കാൽക്കൽ വന്നതാണോ, യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് ചിലരവളെ ഓടിച്ചു കൊണ്ടുവന്നതാണോ? ഇതാ ചോദ്യം. ഏതായിരിക്കും പാസ്റ്ററെ? ഓടിച്ചു കൊണ്ടുവന്നതായിരിക്കണം. അവിടെ എഴുതിയിട്ടില്ല, ഓടിച്ചു കൊണ്ടുവന്നതായിരിക്കണം. കാരണം അവളെ കല്ലെറിയാൻ കുറെ അധികം ആൾക്കാർ വന്നിട്ടുണ്ട്. എത്ര പേര് കാണും പാസ്റ്ററെ കല്ലെറിയാൻ വന്നവര്? അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. അറിയത്തില്ലല്ലോ, എനിക്കും അറിയത്തില്ല. ബൈബിളിലില്ലല്ലോ. ഇല്ലാത്തൊരു കാര്യം നമ്മളെങ്ങനെ അറിയുന്നത്? നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എനിക്കും അറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഉപദേശ പ്രസംഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 200 എന്നൊരു എണ്ണം കൊടുക്കാം, ഒരു പ്രസംഗത്തിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. 200 പേരുടെ കയ്യിൽ കല്ലുണ്ട്. എറിയാൻ നിൽക്കുന്നത് ഒറ്റയാൾ. ആമേൻ. കൃപയുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയും, അവർ വന്നിരിക്കുന്നത് ആ സ്ത്രീയല്ല, അവർ കല്ലും കൊണ്ട് നിൽക്കുന്നത് യേശുവിനെ എറിയാനാണ്. ഈ കല്ല് ഇവർ 8-ാം അധ്യായത്തിലെടുത്ത കല്ലല്ല, ഇത് 7-ാം അധ്യായത്തിലെടുത്ത കല്ല. എറിയാൻ പറ്റാഞ്ഞുകൊണ്ട്, അവസരം കിട്ടാത്തതുകൊണ്ട് 7-ാം അധ്യായത്തിലെടുത്ത കല്ല് അവര് താഴെ ഇട്ടിട്ടില്ല. 8-ലും കയ്യിൽ കല്ലുണ്ട്. ആമേൻ. സ്തോത്രം പറഞ്ഞാട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, 7-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീ ഒന്നും ഇല്ലല്ലോ പാസ്റ്ററെ, പിന്നെന്തിനാ? ഞാൻ അതിലേക്കൊന്ന് കിടക്കാം. കൃപയുള്ളവർ എൻ്റെ കൂടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഒരാത്മശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. ആമേൻ. സ്തോത്രം. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ അവർക്ക് 7 പെരുന്നാളുകളാണ്. അതിലൊരു പ്രധാനപ്പെട്ട പെരുന്നാളാണ് കൂടാര പെരുന്നാൾ. കൂടാര പെരുന്നാൾ 7 ദിവസമാണ്. നിങ്ങളതിൻ്റെ ചരിത്രം പഠിച്ചാൽ അറിയാം. ഈ കൂടാര പെരുന്നാളിൻ്റെ 7-ാമത്തെ ദിവസം മഹാപുരോഹിതൻ 5 നൂലുകൾ പിരിച്ച് അങ്കിയുള്ളവൻ അടിയിൽ പൊന്മണിയും മാതളപ്പഴവും തുന്നിച്ചേർത്ത ഗോമേതകം, മരതകം, മാണിക്യം, പത്മരാഗം, വൈഡൂര്യം, ചുവപ്പുകല്ല്, പുഷ്യരാഗം തുടങ്ങിയ 12 വിധ രത്നങ്ങൾ മാർപ്പതക്കത്തിൽ ഊറിയും തുമ്മിയും പതിപ്പിച്ച് രാജമുടിയും അതിനുള്ള സംവിധാനങ്ങളുമുള്ള മഹാപുരോഹിതൻ ഒരു കലശത്തിനകത്ത് ഈഹോൻ നദിയിൽ നിന്ന് ഒരു കലശം വെള്ളമെടുത്ത് യാഗപീഠത്തിന് 7 പ്രാവശ്യം വലം വെക്കും. 7-ാമത്തെ പ്രാവശ്യം വലം വെച്ചിട്ട് പെരുന്നാളിന്റെ 7-ാമത്തെ ദിവസം ഈ കലശത്തിലെ വെള്ളമെടുത്ത് നിൽക്കുന്ന 1000കണക്കിന് ജനത്തിന്റെ നടുവിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കും. ആരുടെയെങ്കിലും ദേഹത്ത് ഒരു തുള്ളിയെങ്കിലും വീണെങ്കിലായി, വീണില്ലെങ്കിലായി ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇതാണ് പരിശുദ്ധാത്മാവ്. ഇത് കർത്താവിനറിയാം, ഇത് നടക്കാൻ പോവാന്നറിയാം. കൂടാരപ്പെരുന്നാൾ 7-ാമത്തെ ദിവസം മഹാപുരോഹിതൻ സ്വർണ്ണ ധൂപകലശത്തിനകത്ത് ഗീഹോൻ നദിയിലെ വെള്ളം കോരി യാഗപീഠത്തിന് 7 പ്രാവശ്യം വലം വെച്ചിട്ട് ജനത്തിന്റെ നേരെ വെള്ളം കോരി ഒഴിക്കും. ഇതൊക്കെ സംഭവിക്കുമെന്നറിയാവുന്ന യേശു
7-ാം അധ്യായത്തിന് 1 മുതൽ വീട്ടിൽ പോയി വായിച്ചോ. തന്റെ അരുമ ശിഷ്യന്മാരായ 12 പേരോട് പറഞ്ഞു, നിങ്ങൾ പെരുന്നാളിന് പൊക്കോ, ഞാൻ വരുന്നില്ല. നിങ്ങൾ പൊക്കോ പെരുന്നാളിന്, ഞാന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ 12 പേരും തീരുമാനിച്ചു, നമുക്ക് പോകാം. യേശു ഇല്ലാത്തൊരു യാത്രയല്ലേ, അവർക്കൊരു സന്തോഷം. എപ്പോഴും യേശു കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്വാതന്ത്ര്യക്കുറവുണ്ട്. പ്രീശോ, അതുകൊണ്ടാണ് ഒരിക്കൽ പടകിൽ കയറിയപ്പോൾ അവരെ തലകണ വെച്ച് കൊടുത്തത്. പുള്ളി ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് തമാശ പറയാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് അല്ലേലിയ പറയാതിരുന്നവർ പിന്നെ അവർ അയ്യോ എന്ന് പറയേണ്ടി വന്നു. അതവിടെ നിൽക്കട്ടെ, വേറൊരു സബ്ജക്റ്റാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം, ശ്രദ്ധിക്കുക. ഇവർ 12 പേരോട് യേശു പറഞ്ഞു, നിങ്ങൾ പൊക്കോ പെരുന്നാളിന്, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയച്ചിട്ട് യേശു രഹസ്യമായി പെരുന്നാളിന് പോയി. ആമേൻ. കൃപയുള്ളവരെല്ലാം ഓർത്തോ, ഈ കൺവെൻഷന് നിന്നെ കർത്താവ് പറഞ്ഞയച്ചെങ്കിൽ അവർ രഹസ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓ, കൃപയുള്ളവർ ആരാധിക്കോ, തുടങ്ങിക്കോ. ഒരു സൈലന്റ് ലിസണറായി നിന്റെ വീട്ടിനകത്തവനുണ്ട്, നിന്റെ ഊണുമേശയ്ക്ക് അടുത്തവനുണ്ട്, നിന്റെ കിടക്ക മുറിക്കകത്ത് നീ അറിയാതെ എൻ്റെ തമ്പുരാനുണ്ടെന്ന് തിരിച്ചറിയുന്നവരുടെ ആരാധന വെളിപ്പെടട്ടെ. വിശ്വസ്തത എന്ന് പറയുന്നത് ഞായറാഴ്ച 3 മണിക്കൂർ നേരമല്ല. വിശുദ്ധി എന്ന് പറയുന്നത് ഞായറാഴ്ച 10 മുതൽ 1 മണി വരെ അല്ല. കൈയടിക്കുമ്പോഴേ അന്യഭാഷ പറയുമ്പോഴും മാത്രമല്ല നിന്റെ നാക്ക് വിശുദ്ധമായിരിക്കേണ്ടത്. എപ്പോഴും ഏതു സമയത്ത് നിന്റെ നാവും ശരീരവും മനസ്സ് ഒരുപോലെ വിശ്വസ്തമായിരിക്കാൻ എന്റെ തമ്പുരാൻ ഒരു സൈലന്റ് ലിസണറായി, ഒരു നിശബ്ദനായ സന്ദർശകനായി നിന്റെ വീട്ടിലുണ്ടെന്ന്, നിന്റെ കൂടെയുണ്ടെന്ന് ഈ രാത്രി അറിയാതെ പോകരുത്. 17-ാം സങ്കീർത്തനത്തെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവൻ രാത്രിയിൽ കിടക്കമേൽ സന്ദർശിച്ചു. വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഓർത്തോ, എല്ലാവർക്കും എല്ലാ മുറിയിലും കയറാൻ അവകാശമില്ല. എല്ലാ വീടിലും സിറ്റ് ഔട്ട് ഉണ്ട്. എന്താ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ? സംബഡി സിറ്റ് ഔട്ട്. ആമേൻ. പാല് തരാൻ വരുന്നവൻ അവിട്ടിൽ നിൽക്കാം, ഗ്യാസ് തരാൻ വരുന്നവൻ അവിട്ടിൽ നിൽക്കാം, പത്രം തരാൻ വരുന്നവർക്ക് അവിട്ടിൽ നിൽക്കാം, പച്ചക്കറി വിൽക്കാൻ വരുന്നവർക്ക് അവിട്ടിൽ നിൽക്കാം, മീൻ വിൽക്കാൻ വരുന്നവൻ അവിട്ടിൽ നിൽക്കാം. എന്നാൽ ചിലരെയൊക്കെ നമ്മൾ ലിവിംഗ് റൂമിൽ കയറ്റും, വേറെ ചിലരെ ഡൈനിങ് റൂം വരെ കയറ്റും. പക്ഷെ നിന്റെ ബെഡ്റൂമിനകത്ത് ആരും കയറ്റുകയല്ല, നിന്റെ അടുക്കളയ്ക്കകത്ത് ആരും കയറ്റുകയല്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൂതി ഞാൻ പറയാം, നിന്റെ വീടിന്റെ സകല മുക്കിനും മൂലയിലും വരാൻ എൻ്റെ തമ്പുരാന് നിന്റെ അനുവാദം വേണ്ട. ആരാധിക്കേണ്ടവർ ആരാധിച്ചോ. എൻ്റെ പ്രാണനാഥൻ ആ പെരുന്നാളിന് ആരും അറിയാതെ പോയി. രാജ്യം അതറിഞ്ഞില്ല, പെരുന്നാൾ നടത്തുന്നവരറിഞ്ഞില്ല, മഹാപുരോഹിതൻ അതറിഞ്ഞില്ല, അവിടെ കൂടി വന്ന 10,000 ജനം അതറിഞ്ഞില്ല. അവൻ 1000-ങ്ങളും 10,000-ങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന പെരുന്നാളിൻ്റെ ആഘോഷ തിമിർപ്പിനിടയിൽ പങ്കലശത്തിൽ വെള്ളമെടുത്ത് ഗീഹോൻ നദിയിലെ വെള്ളം യാഗപീഠത്തിന് 7 പ്രാവശ്യം വലം വെച്ചിട്ട് മഹാപുരോഹിതൻ ജനത്തിൻ്റെ നേരെ ഒഴിച്ചിട്ട് ഇതാണ് പരിശുദ്ധ റൂഹ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ആൾക്കൂട്ടമൊന്നും ഇല്ലാത്തടത്ത് ഒരു 2-5 പേര് നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ അവിടെ നിൽക്കണ്ട, ഇവിടെ വാ. നീ പെരുന്നാളിന് വന്നതാ, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ദാഹമുണ്ടെങ്കിൽ നീ അപ്പുറത്ത് നിൽക്കരുത്. എവിടെ വാ? ഇവിടെ വാ. എന്താ ഇവിടെ വാ അവിടവും തമ്മിലുള്ള വ്യത്യാസം? പൊൻകലശത്തിൽ വെള്ളമെടുത്തൊടിക്കുന്നിടത്ത് അഭിഷേകമില്ല, അത് ചടങ്ങാ. ഇന്ന് പലയിടത്തും നടക്കുന്നത് ചടങ്ങാ. ഞായറാഴ്ച നടക്കുന്ന പലത് ചടങ്ങാ. ആരാധനയുടെ പേര് പറഞ്ഞ് പലത് ചടങ്ങാ. തമ്പുരാൻ പറയാ, അവിടവും ഇവിടവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. വേണമെന്ന് ശ്രദ്ധിച്ചു. അവിടെ ആൾക്കൂട്ടമുണ്ട്, ഇവിടെ ആൾക്കൂട്ടമില്ല. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. അവിടെ വമ്പന്മാരുണ്ട്, കൊമ്പന്മാരുണ്ട്, പക്ഷെ ഇവിടെ അവരില്ല. ഇവിടെ കുറെ പാവപ്പെട്ടവരേ ഉള്ളൂ. കൃപയുള്ളവരെൻ്റെ കൂടെ നിൽക്കുക. പക്ഷെ തമ്പുരാൻ പറയാ, ആ വമ്പന്മാരുടെ ഇടയിൽ, ആ കൊമ്പന്മാരുടെ ഇടയിൽ, ആ 10,000-ങ്ങളുടെ ഇടയിൽ ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തിന് ദാഹിക്കുന്നവൻ? പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവൻ, ഒരു ആരാധനയ്ക്ക് വേണ്ടി, ഒരു സത്യ പറഞ്ഞു, ഇവിടെ വാ. നീ അവിടെ കിടന്ന് ഉന്തി തള്ളി ഈ പൊങ്കലശത്തിലെ വെള്ളമെടുത്ത് 10,000-ങ്ങളുടെ ദേഹത്തോട്ട് ഒഴിക്കുമ്പം പ്രളയബാധിത പ്രദേശത്ത് ഭക്ഷണപ്പൊതി ഇട്ട പോലെ കിട്ടി ഉരുകിക്കായ കഷ്ണവും ഉരുളക്കിഴങ്ങുമൊക്കെ കൈകൊണ്ട് പിടിച്ച് ഞെരിച്ച് വിശപ്പിന് കിട്ടാതെ എല്ലാം കൂടെ ഞെക്കിപ്പിഴിഞ്ഞ് കളയുന്ന പോലെയുള്ള ബഹളത്തിനിടെ നിൽക്കാതെ കൃപയുള്ളൊരു സ്തോത്രം പറഞ്ഞു, സന്തോഷിച്ചോ. തമ്പുരാൻ പറഞ്ഞു, കെടാവിളാകാൻ ദേശമേ
തിരുവനന്തപുരമേ, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ കൂടാര പെരുന്നാൾ 7ാമത്തെ ദിവസം യേശു വിളിച്ചു പറയാ, നീ ഇവിടെ വാ. തെറ്റിത്തെറിച്ച് നിന്റെ തലയിൽ പൊൻകലശത്തിലെ ഒരു തുള്ളി വെള്ളമായിരിക്കും വീഴുന്നേ. പക്ഷെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരു രാത്രി. ഇത് വെറും ഒരു കൺവെൻഷൻ അല്ല, അഭിഷേകം നടത്തുന്ന സാധാരണ ഒരു കൺവെൻഷൻ അല്ല. ആമേൻ. ഇന്ന് രാത്രികാലം നിന്റെ ആയുസ്സിൽ ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിന്റെ ഒരു നദി നിന്നിൽ നിന്ന് ഒഴുകുന്ന ഒരു കൺവെൻഷനായി. കരമടിക്കേണ്ടവർ കരമടിച്ചോ, കരം ഉയർത്തേണ്ടവർ കരം ഉയർത്തിക്കോ. അന്യഭാഷയിൽ ആരാധിക്കേണ്ടവർ അന്യഭാഷയിൽ ആരാധിച്ചോ. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ആത്മാവിന്റെ നദി. എന്റെ കർത്താവ് അതാണ് പ്രതീക്ഷിക്കുന്നത്. 2 കഷ്ണം അന്യഭാഷയും 3 കയ്യടിയും 5 അല്ലേലിയായും കണക്ക് പറഞ്ഞു പറയുന്ന സ്തോത്രങ്ങളും അല്ല ദൈവത്തിന് വേണ്ടത്. ഒരു നദി പോലെ അഭിഷേകം ഒഴുകുന്ന, ഒരു നദി പോലെ കർത്താവിനെ സ്തുതിക്കുന്ന. കമോൺ 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 കമോൺ. കർത്താവിനെ സ്തുതിച്ചാട്ട്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മശക്തിയോട് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. ദൈവ സാന്നിധ്യത്തിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി ഒരു നദി പോലെ, ഒരു നദി പോലെ. എന്താ നദിയുടെ പ്രത്യേകത? വെള്ളം നിൽക്കുന്നില്ല. ഒരു സ്തോത്രം നിർത്തുന്നത് അടുത്ത സ്തോത്രം പറയാനാ. ഒരു അല്ലേലിയ നിർത്തുന്നത് അടുത്ത അല്ലേലിയ പറയാനാ. അന്യഭാഷയിൽ 3 കഷണമല്ല പറയുന്നത്. അന്യഭാഷയിൽ പാടാൻ പോവാ, അന്യഭാഷയിൽ ആരാധിക്കാൻ പോവാ. വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് ഇന്ന് രാത്രി തന്നെ ആത്മ മണ്ഡലം ഇറങ്ങുവാൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മശക്തിയോടെ, ആത്മശക്തിയോടെ. യെസ്, ആമേൻ, ഹല്ലേലൂയ. എത്ര നമുക്ക് സന്തോഷമുണ്ട്. നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. 7:37 കർത്താവ് ഇത് പറയുന്നത്. ആമേൻ. 7:37 ഈ വാക്യം. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കാത്ത നാളിൽ യേശു നിന്നുകൊണ്ട് 7:37 അല്ലേ? പക്ഷെ 7:44 ഇത് കേട്ടവരൊരു തീരുമാനം എടുത്തു. വായിച്ചു. അവരിൽ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചു, എങ്കിലും ആരും അവന്റെ മേൽ കൈവച്ചില്ല. അപ്പൊ 7-ാം അധ്യായത്തിൽ പ്ലാൻ ഇട്ടു അടി കൊടുക്കാൻ. ആമേൻ. 7-ാം അധ്യായത്തിൽ എറിയാൻ പ്ലാൻ ഇട്ടു. വെറുതെ വിടല്ലെന്ന് 7-ാം അധ്യായത്തിൽ തീരുമാനിച്ചു. പക്ഷേ കിട്ടിയില്ല കയ്യിൽ. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നപ്പോഴാണ് 8-ാം അധ്യായത്തിൽ ഒരു കാരണം കിട്ടിയത്. സ്വതം. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനോടും പറയാം, നിങ്ങൾ പിശാചിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടൊന്നും പോകുന്നല്ല, ഒരു കാരണം കിട്ടാത്തതുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിച്ചോ, ദൈവം അനുവദിച്ചോ, വലിയ താമസമില്ലാതെ കാരണം കിട്ടും. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയുമോ ലോകത്തിൽ ആമേൻ യൂദ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ കൂടെയുള്ള 3.5 വർഷം തൂങ്ങിച്ചാകാതിരുന്നത്? അവൻ എന്തുകൊണ്ടാണ് തൂങ്ങിച്ചത്? അവൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അവൻ തൂങ്ങിച്ചത്. കറക്റ്റാണോ മാസ്റ്റർ? ഒരു മുടി നിലച്ചൊരു പാസ്റ്ററോട് ചോദിക്കുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. അതുകൊണ്ടാണ്, കാരണം പക്വതയുണ്ട്, വചനപരിജ്ഞാനം ഉണ്ടല്ലോ. ഒരാൾ തൂങ്ങിച്ചാകണമെങ്കിൽ ദൈവം അത് അനുവദിക്കണമെങ്കിൽ, ക്രൂശിൽ കിടന്ന കള്ളൻ ചാകാൻ ദൈവം അനുവദിച്ചു? ആ റൈറ്റ് സൈഡിൽ കിടന്ന കള്ളനെ ഇല്ല, അനുവദിച്ചില്ല. കാരണം ചാകാൻ സമയം ആയില്ല. ഒരാൾ ചാകാൻ സമയം ആയില്ലെങ്കിൽ ദൈവം ഇപ്പുറത്ത് കിടക്കുന്ന കള്ളനെ പാസ്റ്ററാക്കിയിട്ട് അപ്പുറത്ത് കിടക്കുന്നവരോട് സൂചന പറയും. ക്രൂശിൽ അതല്ലേ നടന്നേ? ക്രൂശല്ലേ നടന്നേ? ഇല്ല, അപ്പുറത്ത് കിടക്കുന്ന കള്ളൻ അവൻ ഏത് ബൈബിൾ കോളേജിൽ പഠിച്ച്? നമ്മളൊക്കെ പഠിച്ച ബൈബിൾ കോളേജിൽ പോലും നമുക്കറിയാത്ത പറഞ്ഞത്, നീ ഞാനും സമശിക്ഷാവിധിയിൽ അകപ്പെട്ടിട്ടും നിനക്ക് മാനസാന്തരമില്ലേ? അടുത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ ഇതൊക്കെ ഈ വെളിപ്പാടൊക്കെ പിന്നെ ഇവിടുന്ന് കിട്ടി. ഒരു ദൂത് പറയാം, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചു. യൂദാ ഇസ്കരിയോത്ത ഒരുപാട് പാപം ചെയ്തു.
പക്ഷെ അവൻ മരിച്ചില്ല. 3.5 കൊല്ലം തമ്പുരാൻ്റെ കൈക്കകത്തെടുത്തിട്ടു. തമ്പുരാൻ അറിയാമായിരുന്നു ഇവൻ കൈ കിടക്കുക, രക്ഷപ്പെടുന്ന പെടട്ടെ. ഫ്രീ വില്ലാണ്. അവൻ രക്ഷപ്പെടാനായിട്ട് അവസരം കൊടുക്കുക. നിങ്ങൾ ഓർക്കണം, തമ്പുരാൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കും. കൃപയുള്ള ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവദാസന്മാർക്കെല്ലാം ഒരു ഹൃദയത്തിന് ആഴത്തിൽ പതിയുന്നൊരു ദൂത് വരാൻ കോപ്പറേറ്റ് തരുന്നു. ഓർക്കണം, അന്ന് മറിയ ജനിച്ചിട്ടില്ല. സ്ത്രീയുടെ സന്തതി സാത്താൻ്റെ തലയെ തകർക്കുമെന്ന് പ്രവചനം വരുമ്പോൾ മറിയ ജനിച്ചിട്ടില്ല. പക്ഷെ ദൈവത്തിന് അറിയാവുന്നു ഒരു മറിയക്കകത്ത് ക്രിസ്തു ജനിക്കുമെന്ന്. എൻ്റെ കൂടെ നിൽക്ക്. ഒരു മറിയയുടെ അകത്ത് മാത്രമേ ക്രിസ്തു ജനിക്കുമെന്ന് ദൈവത്തിനറിയാം. ദൈവമാരാ, ദൈവം ഇന്നലകളും ഇന്നും നാളെയും ഒരുപോലെ അറിയുന്ന തമ്പുരാനാ. ദൈവത്തിൻ്റെ പക്ഷെ മറിയ ജനിച്ചിട്ടില്ല. മറിയയുടെ അപ്പൻ ജനിച്ചിട്ടില്ല. മറിയയുടെ കുടുംബത്തിൽ ആരും ജനിച്ചിട്ടില്ല. യഹൂദ ഗോത്രം പോലും ഉണ്ടായിട്ടില്ല. ഇനി യേശു ക്രിസ്തുവിന്റെ ബേത്ലഹേമിലെ ജനനവും ഉൽപ്പത്തി 3:15 പ്രവചനം തമ്മിൽ 4000 വർഷത്തെ കാലവിളംബമുണ്ട്. സ്വത്രം പറഞ്ഞു. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്ത ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, സ്ഥലം മാറിയോ? ഇല്ലെന്ന് പറ. ആമേ. ദൂത് മാറിയോ? ഇല്ലെന്ന് പറ. ദൂത് നടന്നോ? ഇല്ലെന്ന് പറ. ആമേ. ദൂത് നടന്നെന്ന് പറ. സ്വത്രം പറ. ആമേ. മറിയ വന്നെന്ന് പറ. മറിയെ കണ്ടുവച്ചിരുന്ന് കറക്റ്റായിരുന്നോ? കറക്റ്റാന്ന് പറ. അങ്ങനെ 4000 വർഷം മുമ്പ് പറഞ്ഞ വാക്തത്വവും പ്രവചനവും തമ്പുരാൻ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ഓർമ്മപ്പശകുമില്ലാതെ ചെയ്യാൻ അറിയാമെങ്കിൽ നിന്റെ ഈ 80 വയസ്സത്തെ 70 വർഷത്തെ ആയുസിനിടയ്ക്ക് എൻ്റെ തമ്പുരാൻ പറഞ്ഞത് മറന്നുപോയോ എന്ന് ചോദിച്ച് ഈ ഉപവാസത്തിൽ നിന്ന് കരയുന്ന നീ ആ കരച്ചിൽ നിന്ന് നിർത്ത്. 4000 വർഷം മുമ്പ് പറഞ്ഞ പ്രവചനം ഒരക്ഷരം തെറ്റാതെ, സ്ഥലം തെറ്റാതെ, കാലം തെറ്റാതെ, കാലസമ്പൂർണ്ണതയിൽ അത് കൃത്യമായി ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് അറിയാമെങ്കിൽ നിന്റെ ഉദരത്തിനകത്ത് നിന്റെ തലമുറ ജനിക്കുമ്പോൾ അവരുടെ വിവാഹം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പെണ്ണാണെങ്കിൽ അവൾക്ക് ആരെ വേണം? അവൾ ചെറുക്കനാണെങ്കിൽ ആരെ വേണം? എങ്ങനെ നടത്തണം? എങ്ങനെ വേണം? നിങ്ങൾ ആരൊക്കെ ദൈവദാസനാകണം? ആര് പ്രവാചകനാകണം? ഇരമ്യാവ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവന്റെ ശുശ്രൂഷയുടെ പാറ്റേൺ വരെ പറഞ്ഞു വെച്ച കർത്താവ് ഉന്മൂലിക്കാൻ, നാശജീവാൻ, നശിപ്പിക്കാൻ, ഇടിക്കാൻ, പണിയാൻ നിന്നെ പ്രവാചകനാക്കുമെന്ന് അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി പുറത്തു വരുന്നതിന് മുമ്പേ പറഞ്ഞ തമ്പുരാനോ, ഇന്ന് രാത്രികാലം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപയുള്ളവർ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ഓരോന്നോരോന്ന് എണ്ണി സ്തുതിച്ചു പറ. എന്റെ തമ്പുരാൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. വാക്കുമാറാത്ത ദൈവമാണ്. അവനത് പ്രവർത്തിപ്പാൻ ശക്തനാണ്. എന്റെ തമ്പുരാന്റെ കരം വെളിപ്പെടുന്നത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തോത്രം. നിങ്ങൾക്ക് ചിരിക്കാനും ചിന്തിക്കാനും ചിന്തയ്ക്ക് ചിന്തേറിടാനുമുള്ള ഒരു കൊച്ചു ചിന്ത പറയാം. ഹല്ലേലൂയ. അതിങ്ങനെയാണ്. ആമേൻ. യൂദാ കെട്ടിഞ്ഞാന്ന് ചാകാൻ ഒരു പാപം കൂടെ തികയാനുണ്ടായിരുന്നു. യൂദാ കെട്ടിഞ്ഞാന്ന് ചാകാൻ ഒരു പാപം കൂടെ തികയാനുണ്ടായിരുന്നു. അത് യേശു ക്രിസ്തുവിനെ ഉറ്റുകൊടുക്കുന്ന പാപമായിരുന്നു. ഈ നാട്ടിലും ചിലർക്കൊക്കെ അടി കിട്ടാൻ ഒരു പാപം കൂടെ തികയാനുണ്ട്. അത് ഇവിടുത്തെ പാസ്റ്ററെ ചീത്ത പറയുന്ന പാവമാണ്. അതും കൂടെ അവൻ തികയ്ക്കുന്നതോട് കൂടി തീരും. ഓൺലൈനിൽ പോകില്ലേ, കിടക്കട്ടൊന്നും നിനക്ക് വെച്ചിട്ടുണ്ട്. ഈ നിങ്ങളെന്താ വിചാരിക്കുന്നത്? വടക്കേ ഇന്ത്യയിലെ ഉപദേശിമാരെ പട്ടിയെ തല്ലുന്ന പോലെ നിലത്തിട്ട് തല്ലുക, ആരാധനാലയം കത്തിക്കുക, എന്നിട്ട് തമ്പുരാനും മറുപടി ഒന്നും പറയുന്നില്ല. തികഞ്ഞിട്ടില്ല. അങ്ങനെ ബൈബിളിൽ വാക്യമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം 15:16. ആമേൻ. ഈ പ്രസംഗത്തിലെ വാക്യമല്ല, ഈ വിഷയം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി. ഉൽപ്പത്തി 15:16. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ചിലരൊക്കെ പാപം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സ് കൊടുത്തുണ്ട്, ഇവരൊന്നും ഒരു നാശവും വരുന്നില്ലല്ലോ. തികഞ്ഞിട്ടില്ല. 1-2 കൂടെ തികയുമ്പോൾ തീരും. 1-2 കൂടെ ആകുമ്പോഴത്തേക്ക് അത് തീരും. തമ്പുരാൻ അളന്ന് വെച്ചിരിക്കുക. നീ ഇത് ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നീ എന്താ വിചാരിച്ചേ? ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്നോ? നിന്റെ കണ്ണിന് മുമ്പിൽ ഞാനത് നിരത്തി വെക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കുഞ്ഞെ, നീ ചെയ്തത് മുഴുവൻ എൻ്റെ ലിസ്റ്റിനകത്തുണ്ട്. ഇത് നിന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ നിരത്തി വെക്കും. നിന്നെ ഞാൻ കീറും. അന്ന് വിടുവിക്കാൻ ആര് കാണുകല? രക്ഷപ്പെടണമെങ്കിൽ ഈ രാത്രി രക്ഷപ്പെട്ടോളാനാവോ? കൃപയുള്ളവർ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ട്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ട്. പരിശുദ്ധാത്മാവിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ.
നമുക്കിന്ന് രാത്രി ഒന്ന് തുള്ളിച്ചാടിയൊക്കെ ആരാധിക്കണ്ടേ? വേണ്ട മക്കളെ? അല്ലേ, ഇവർക്ക് ഇങ്ങനെ ചെന്നാൽ മതിയോ? ഇച്ചിരി കഴിയിട്ട് അമ്മേ നിങ്ങളൊന്ന് തയ്യാറാക്കിയോ, നമുക്ക് റെഡിയാകാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ പാപിനെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു വരട്ടെ. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 200 പേര് എറിയാൻ നിൽക്കുക. ഒരു ദൂത് ഞാൻ പറയാം, കൃപയുള്ളവർ ആരാധിച്ചോ, തുള്ളി ചാടിനെ ചാടിക്കോ. നിന്റെ നേരെ 200 പേര് കല്ലും കൊണ്ട് നിൽപ്പുണ്ട്. 200 പേര് നിന്റെ നേരെ കല്ലും കൊണ്ട് നിൽപ്പുണ്ട്. സ്വോത്രം പറയുന്നത് എന്തിനാ മുഖമൊക്കെ വാടിയിരിക്കുന്നത്? സ്വോത്രം പറഞ്ഞു, അടുത്ത ദൂത്, ഒറ്റ കല്ല് നിന്റെ ദേഹത്ത് കൊള്ളത്തില്ല. നിന്റെ നേരെ കല്ലും കൊണ്ട് നിൽക്കുന്നവരുടെ എണ്ണം എത്രയുമായിക്കോട്ടെ, അത് 200 500 ആയിക്കോട്ടെ. പക്ഷെ തമ്പുരാൻ വിളിച്ചു പറയുന്നു അഭിഷക്തനോട് ഇതിനകത്തിരിക്കുന്ന ഒറ്റ കല്ലും, അപവാദത്തിന്റെ കല്ലുകൾ, അപമാനത്തിന്റെ കല്ലുകൾ, നിന്ദയുടെ കല്ലുകൾ, അസൂയയുടെ കല്ലുകൾ, അവൻ വിധിക്കുന്ന കല്ലുകളുമായി നിന്റെ നേരെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പാസ്റ്ററെ, പ്രവചനമാണോ എന്ന് എനിക്കറിയത്തില്ല. ആമേൻ. സഭയ്ക്കകത്തു നിന്ന് ഒരാൾ പോകുമ്പോൾ ഭാരപ്പെടരുത്. പാസ്റ്റർ, ഒരു അഭിഷക്തനാന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്, ഒരു വിശുദ്ധനാന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. സഭയിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുമ്പോൾ ഭാരപ്പെടരുത്. ആ കസേര തുടച്ചവിടരുത്. ഇറങ്ങിപ്പോയാളുടെ പേര് വസ്തി എന്നാണ്. പക്ഷെ ആ കസേരയിൽ എസ്തർ വന്നിരിക്കും. ഈ കസേര ഒഴിയാനാണ് എസ്തർ കാത്തിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞു ദൈവത്തെ സ്തുതിച്ചാട്ടെ. മീൻ പിടിക്കാൻ കുട്ടനാട്ടിൽ കൂടെയും കൊണ്ടുപോയ മനുഷ്യൻ ഒറ്റ ദിവസം പോലും എനിക്ക് മീൻ കിട്ടാതെ വന്നപ്പോൾ പ്രായമുള്ള മീൻ പിടിക്കുന്നൊരു അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച കുറേ ദിവസമായിട്ട് ഞാൻ കൂട് വെക്കുക എന്ന് പറയും. കണ്ടത്തിൽ കൂട് വെച്ചിട്ട് മീൻ കയറുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. മക്കളെ, നീ എത്ര മണിക്കാണ് കൂട് കൊണ്ട് വെക്കുന്നത്? രാത്രി 11 മണിക്കാണ്. എപ്പോഴാണ് പോയി എടുക്കുന്നത്? വെളുപ്പിന് 5 മണിക്കാണ്. മക്കളൊരു കാര്യം ചെയ്യും, ആരെങ്കിലും കൂടെ കൂട്ടി 2 മണിക്ക് ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനെ 2 മണിക്ക്, സാധാരണ 5 മണിക്കാണ് കൂടെടുക്കുന്നത്, 2 മണിക്ക് ചെന്ന് നോക്കിയപ്പോൾ ആ കൂടിൻ്റെ വാതിക്കൽ ഒരു നീർക്കോലി പാമ്പ് അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് മീൻ കയറാത്തത്. കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി വരുന്നുണ്ടല്ലോ അല്ലേ? ചിലതിൻ്റെ വാതിക്ക കയറി ഇരുന്നാൽ വരണ്ടത് വരില്ല. ഓ റഷഖമനസ്യ. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. അടുത്തൊരു ദൂത് ഞാൻ പറയാം. യേശു പത്രോസിനോട് പറഞ്ഞു, ഇവിടെ വീശാൻ പറഞ്ഞു. ആമേൻ. പത്രോസ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ വല കഴുകുകയായിരുന്നു. ആമേ, കറക്റ്റ്, ശരിയാണോ? അപ്പം ഈ മുക്കുവന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. വല കഴുകിക്കൊണ്ടിരിക്കുമ്പം പൊട്ടിയ കണ്ണി കെട്ടും, അതിന് വല നന്നാക്കുക എന്ന് പറയും. ആമേൻ. ഇങ്ങനെ കണ്ണി ഇങ്ങനെ പൊട്ടിക്കിടക്കും. ആമേൻ. അങ്ങനെ വല നന്നാക്കുകയും കഴുകുകയും കൂടെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് സഭ എന്ന് പറയുന്ന വല ഒന്ന് കഴുകുന്നത് നല്ലതാ, നന്നാക്കുന്നത് നല്ലതാ. പ്രീശലോ, പൊട്ടിയിടത്തൂടെ നമ്മൻ ഒരു സ്ഥലത്തൂടെ കയറി വരുന്ന ആത്മാക്കൾ ഈ പൊട്ടിയിരിക്കുന്നിടത്തൂടെ ഇറങ്ങിപ്പോകും. പ്രീശലോ, അങ്ങനെയാണ് ചില സഭയിലൊക്കെ ചിലർ പറയുമല്ലോ, ഇവിടെ വന്നവരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഹോള് തികയത്തില്ലായിരുന്നു, എന്തിയെ അപ്പുറത്തെ ദ്വാരത്തിൽ കൂടെ ഇറങ്ങിപ്പോയി. അതാ പ്രശ്നം. അപ്പോൾ അതിനൊരു ദ്വാരം കിടപ്പുണ്ട്, അവിടെ പ്രശ്നം. എന്നാൽ അടുത്തൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ചിരി വരും, ചിലപ്പോൾ നല്ലപോലെ ആരാധിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് നടക്കും. തമ്പുരാൻ പറഞ്ഞ് അവിടെ വീശാൻ പറഞ്ഞു. വീശി വല കീറാറാകുവോളം മീൻ കിട്ടുന്ന വാക്യത്തിൽ അതെന്താ? ആ വാക്യം കീറാറാകുവോളോ എന്ന് എവിടേക്കോ പൊട്ടലുണ്ടായിരുന്നു. തമ്പുരാൻ എന്താ ചെയ്ത്? ഒറ്റ മീൻ ചാടിപ്പോയില്ല. എന്താ ചെയ്ത്? 3 ഇഞ്ച് വിടവിനകത്ത് 4 ഇഞ്ച് മീൻ വെച്ച് അടച്ചു. ദൈവം, കൃപയുള്ളവർ ദൈവത്തെ ആരാധിക്കുക. അവൻ സഭയുടെ വിടവുള്ളിടത്ത് പ്രാർത്ഥിക്കുന്നവരെ കയറ്റി വെച്ച് അടയ്ക്കണം. അവൻ കൃപയുള്ളവനെ കയറ്റി വെച്ച് അടയ്ക്കണം. ആത്മാവിൽ ആരാധിക്കുന്നവനെ സഭയുടെ വിടവുകളിൽ വെച്ച് അടയ്ക്കണം. ഒരൊറ്റ ആത്മാക്കൾ പുറത്തു പോകില്ല. ദൈവദാസന്മാർ ദൂതേറ്റെടുത്തൊന്ന് ആരാധിച്ചോ. സഭയോട് ദൈവാത്മാ പറയുന്നു, ചാടിപ്പോകാൻ റെഡിയായി നിൽക്കുന്നതിനെ അടച്ചു പിടിക്കുന്ന ഒരു ആത്മ മണ്ഡലമോ, അടച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രാർത്ഥനാ മണ്ഡലം സഭയ്ക്കകത്ത് തുറക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ വിളിച്ചു പറയാ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചോ. യെസ്, ആമേൻ. ഹശികമസ്യ കല്ലുമായിട്ട് നിൽക്കുക. വായിക്കാം 8-ാം അധ്യായം 6-ാം വാക്യം. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന്, യേശുക്രിസ്തുവിനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് മതി.
യേശുവ കുനിഞ്ഞ് ഒരു സെന്റൻസ് വായിച്ചു. യേശുവ കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ഒന്നുകൂടെ വായിച്ചത്, അതെല്ലാം കേട്ടില്ല. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഈ പ്രസംഗം ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും? ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചു, യേശു എന്താണ് നിലത്ത് എഴുതിയത്? ആമേൻ. പലരും പലതും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആമേൻ. പക്ഷെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തമ്പുരാൻ നിലത്തെന്താ എഴുതിയത്? ദൈവം ഒരുപാട് എഴുതിയിട്ടുണ്ട്. ബെൽഷസ്സറിന്റെ ഭിത്തിയിൽ തമ്പുരാൻ എഴുതി. ആമേൻ. മോശയ്ക്ക് കൊടുത്ത പലകമേൽ ദൈവം എഴുതി. ദൈവം ഹൃദയത്തിൻ്റെ മാംസ പലകയിൽ എഴുതുന്ന കർത്താവാണ്. ആമേൻ. തമ്പുരാൻ നമ്മുടെ പേരുകളും നമ്മുടെ വിവരങ്ങളും പുസ്തകത്തിൽ എഴുതുന്ന കർത്താവാണ്. നീ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ എൻ്റെ കണ്ണ് നിന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ നീ ഒന്നുമില്ലാതിരുന്നപ്പോൾ നിന്റെ പേര് അവൻ്റെ പുസ്തകത്തിൽ എഴുതി. തമ്പുരാൻ നല്ലപോലെ എഴുതുന്ന ആളാണ്. പക്ഷേ ഇവിടെ ദൈവം നിലത്ത് കുനിഞ്ഞ് മണ്ണിൽ എഴുതി. എന്താ എഴുതിയ? വായിക്കാം. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. എന്താ എഴുതിയത്? 17:13. യിരെമ്യാവ്. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരുടെ മണ്ണിൽ എഴുതി വെക്കും. ഞാൻ മണ്ണിൽ അവരുടെ പേരെഴുതി വെക്കും. ആമേൻ. എന്തിനാ മണ്ണിൽ എഴുതുന്നത്? നീ മണ്ണാണ്. ഈ മണ്ണിൽ നിന്നാ നീ വന്നത്. മണ്ണിൽ എഴുതി വെക്കും നിന്റെ പേര്. തമ്പുരാൻ എത്ര പേരുടെ പേരെഴുതി കാണും? ആമേൻ. ആരുടെ പേരെഴുതിയത്? ഉത്തരം വലിയ താമസമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ എന്നെ വിട്ടുപോകുന്നൊരു കൂട്ടം ഇതിനകത്തുണ്ട്. ആമേൻ. അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. കല്ലെറിയാൻ വന്നവർ വാദി, ഏറ് കൊള്ളാൻ നിൽക്കുന്ന പാപിനിയായ സ്ത്രീ അവൾ പ്രതി. അങ്ങനെ വാദിയും പ്രതിയും ഒരുമിച്ച് കൂടുന്നിടത്ത് മൂന്നാമതൊരാൾ വേണം. അതാണ് യേശു ജഡ്ജി. സ്വത്രം പറഞ്ഞാട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. വാദി നിൽക്കുക, കല്ലുമായിട്ട് എറിയാൻ നിൽക്കുക. പ്രതി പേടിച്ച് നിൽക്കുക. പക്ഷേ ഈ റോമൻ ബ്രിട്ടീഷിന്റെ പീനൽ കോഡ്, അതായത് ഭരണഘടനയുടെ പേരാണ് മാഗ്ന കാർട്ട. മാഗ്ന കാർട്ട എന്ന് പറയുന്ന ബ്രിട്ടീഷിൻ്റെ, അതായത് ഇന്ത്യ പണ്ട് ഭരിച്ച ബ്രിട്ടീഷുകാരുടെ ഭരണഘടന, അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിലും ഒരുപാട് ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. മാഗ്ന കാർട്ട ഭരണഘടനയ്ക്കകത്ത് വന്നിരിക്കുന്ന പല വകുപ്പുകളും പല നിയമങ്ങളും ബൈബിൾ ബേസ്ഡാണ്. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഭരണഘടനയ്ക്കകത്തെ നല്ലൊരു ശതമാനം നിയമങ്ങളും ബൈബിൾ ബേസ്ഡാണ്. സ്തോത്രം പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ് സ്തുതിച്ചാട്ടെ. അങ്ങനെയാണ് അതിനകത്ത് ഒരു പ്രധാന നിയമമാണ്. അത് ഇന്നും ലോകരാജ്യങ്ങൾ മുഴുവൻ, അത് റഷ്യയിലെ നിയമമുണ്ട്, അമേരിക്കയിലെ നിയമമുണ്ട്, ബ്രിട്ടനിലെ നിയമമുണ്ട്, ജർമ്മനിയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ഇന്ത്യയിലുമുണ്ട്. എന്താ? അവൻ ഒരു കാര്യം എഴുതുന്ന, നീ ഒരു ജഡ്ജി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, കൃപയുള്ളവർ പ്രാർത്ഥിക്കുക, ഒരു വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ജഡ്ജി അത് എഴുതി വെച്ചിട്ടേ പറയാൻ പാടുള്ളൂ. മനസ്സിൽ തോന്നുന്ന പറയാൻ പാടില്ല. എഴുതി വെക്കണം. എന്താണെങ്കിലും, അവൻ നിരപരാധിയാണെങ്കിലും, തൂക്കാൻ വിധിക്കുന്നതാണെങ്കിലും, ജീവപര്യന്ത തടവാണെങ്കിലും, ഏത് വിധി ജഡ്ജി പറയുന്നോ അത് എഴുതി വെച്ചിട്ടേ പറയാൻ പാടുള്ളൂ. അങ്ങനെയാണ് തമ്പുരാൻ മണ്ണിൽ കുനിഞ്ഞ് വിട്ടുപോകുന്നവരുടെ പേരെഴുതി അതിനടിയിൽ വിധി എഴുതി. എന്താ വിധി എഴുതിയത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. സ്തോത്രം പറഞ്ഞ് കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാം, അവരാരും അറിയത്തില്ല. കെ എബ്രഹാമിൻ്റെ കാര്യം അറിയാം, അവരാരും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും അറിയാം, അവരാരും അറിയത്തില്ല. എന്തുകൊണ്ടാണ് നമുക്കത് അറിയാവുന്നത്? നമ്മൾ ഈ പ്രസംഗം മുമ്പ് കേട്ടിട്ടുള്ളതുകൊണ്ട്. പക്ഷെ അവിടെ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. അവക്കറിയാമോ ആരും അറിയത്തില്ലെന്ന്? പറ. കാരണം യേശുവിൻ്റെ വിധി എന്താ? ജഡ്ജിയുടെ വിധി എന്താ? നിങ്ങളിൽ നിൽക്കുന്ന 200 പേരിൽ 5 പേർക്ക് പാവം ഇല്ലെങ്കിലോ? ഇവക്കറിയത്തില്ലല്ലോ വിധി എങ്ങനെ വരുമ്പോഴും കാര്യം അറിയത്തില്ലല്ലോ. 200 പേര് അവിടെ നിൽക്കുന്നു. അതിൽ 5 പേര് പാപമില്ലാത്തവരാണെങ്കിൽ 5 പേര് എറിയും. അതുകൊണ്ട് ഏത് സമയത്ത് ഇവിടെ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ട്? ഏറ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ആ രംഗമാണ് ഭയങ്കരം.
വീണ്ടും ദൈവദാസനെ യേശു രണ്ടാമതും കുനിഞ്ഞില്ലേ? ഒന്നുകൂടെ വായിച്ചേ. യേശു കുനിഞ്ഞ് നിലത്തെഴുതി, തല നിവർത്തി, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും യേശു കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. ജഡ്ജി ഒന്ന് കുനിഞ്ഞാ പോരെ? വിട്ടുപോകുന്നവരുടെ പേരെഴുതിയല്ലോ, വിധി പ്രസ്താവിച്ചല്ലോ, വിധി പറഞ്ഞല്ലോ. രണ്ടാമതും എന്തിനാ ജഡ്ജി കുനിഞ്ഞ്? നിങ്ങളുടെ കണ്ണ് നനയുന്നൊരു ദൂത് ഞാൻ പറയാം. എൻ്റെ യേശു സർവശക്തനായ ദൈവമാണ്. ഈ വിട്ടുപോകുന്നവരാരാ? തൻ്റെ കൈകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനാ. ഓ, കൃപയുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോക ചരിത്രത്തിൽ ജനനിയുടെ പൊക്കിൾ കൊടിയിൽ ചാവേർ ബോംബുകൾ വെച്ച് കെട്ടി തെരുവുകളെ അഗ്നിക്കളമാക്കുന്ന ചാവേർ ബോംബ് സ്ഫോടനത്തിന് വേണ്ടി നിൽക്കുന്ന ചാവേറുകൾ ഉൾപ്പെടെ IS ഭീകരന്മാരും മുജാഹിദീൻകാരും ലഷ്കർ തോയ്ബയും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളാണെങ്കിലും കൊലപാതകം ചെയ്ത് സെൻട്രൽ ജയിലിനകത്ത് കിടക്കുന്നവൻ, അപ്പനെ കൊന്നവനും ഭാര്യയെ കൊന്നവനും കുഞ്ഞിനെ കൊന്ന തള്ളയും ഒക്കെ ആണെങ്കിലും എൻ്റെ തമ്പുരാനൊരു പ്രത്യേകത ഉണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാ. ആരും നശിച്ചു പോകുന്നത് എൻ്റെ തമ്പുരാൻ ഇഷ്ടമല്ല. ആരും നശിച്ചു പോകാൻ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് സുവിശേഷം നമ്മളെ ദൈവം ഏൽപ്പിച്ചത്. ആരും നശിച്ചു പോകാതിരിക്കാനാണ് കടാവിളാകത്ത് ഇന്ന് രാത്രിയും തമ്പുരാന്റെ മീറ്റിംഗ് നടക്കുന്നത്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് തമ്പുരാൻ രണ്ടാമത് കുനിയാൻ കാരണം ഒരു കാര്യം ഞാൻ പറയാം. ഏറെ പ്രതീക്ഷിച്ച് അടുത്ത് കൊല്ലാൻ നിൽക്കുന്ന ഒരു ബ്രോയിലർ കോഴിയുടെ മുഖം പോലെ തകർന്നു നിൽക്കുന്ന സ്ത്രീയുടെ മുഖം യേശുവിന് കാണാൻ ഇഷ്ടമല്ല. കല്ലിട്ടിട്ട് അവൻ ജീവിതത്തിൽ നരകത്തിലേക്ക് പോകുന്ന ഒരു പറ്റം തന്റെ സൃഷ്ടികളുടെ മുഖം കാണാനോ എൻ്റെ തമ്പുരാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തമ്പുരാൻ അവര് മുഴുവൻ പോകുന്നത് വരെ, ഓ കൃപയുള്ളവർ ദൈവത്തെ സ്തുതിക്കുക, അവര് മുഴുവൻ കല്ലിട്ടിട്ട് പോകുന്നത് വരെ എൻ്റെ തമ്പുരാൻ തല നിവർത്തിയില്ല. അവര് മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ തമ്പുരാൻ തല ഉയർത്തി. എല്ലാവരും പോയി. അവർ കല്ലിട്ടിട്ട് പോയത് യേശുവിന് ഇഷ്ടമായിരുന്നു നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഒരു കല്ലിട്ടിട്ട് വീട്ടിലോട്ടല്ല പോയത്. തമ്പുരാന്റെ പുസ്തകപ്രകാരം അവർ പോയത് നിത്യ നരകത്തിലേക്കാ. അവർ നാശത്തിലേക്കാ പോകുന്നേ. മാനസാന്തരപ്പെടാൻ കയ്യെത്തുന്ന ദൂരത്ത് അരുമ രക്ഷകരെ കിട്ടിയിട്ടും ആരാന്ന് തിരിച്ചറിയാതെ കല്ലുമിട്ടിട്ട് പോകുന്ന കണ്ടോ? ആമേൻ, ആമേൻ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ആ സ്ത്രീയെ നോക്കി എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴാണ് അവളുടെ മുഖം മാറിയത്. എന്താ? ഇനി അവളെ എറിയാൻ ആരുമില്ലെന്ന് ഉറപ്പായി. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇനി അവളെ എറിയാൻ ആരുമില്ലെന്ന് അവൾക്ക് ഉറപ്പായപ്പോൾ എൻ്റെ കർത്താവ് അവളോട് പറഞ്ഞു, ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. കൃപയുള്ളവരെല്ലാം കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. കൃപയുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ട്. ഈ ഭൂമിയിൽ പാപം മോചിപ്പാൻ യോഗ്യൻ യേശു മാത്രം. പാപം ക്ഷമിപ്പാൻ യോഗ്യൻ യേശു മാത്രം. നിന്നെ നിരപരാധിയായിട്ട് ഇന്നലെ വരെ നീ ചെയ്ത പാപങ്ങളെ മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് അത് തുടച്ചു കളഞ്ഞ് നിന്റെ ഹൃദയത്തെ അവൻ ഹിമം പോലെ വെളുപ്പിക്കുവാൻ ശക്തനായ ഒരേ ഒരു കർത്താവ് മാത്രം എൻ്റെ യേശുവാണ്. കൃപയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. കൃപയുള്ളവർ തമ്പുരാനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. 1 തീമോഥെയോസ് 1-ാമത്തെ വാക്യം, ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ ലോകം മുഴുവൻ ഇത് കേൾക്കുന്നവരോട് പരിശുദ്ധാത്മാവൻ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്ന എന്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി നിന്നോട് ഇടപെടുകയാ. എന്റെ തമ്പുരാന്റെ മുമ്പിൽ ഒരൊറ്റ കാര്യമേ നിന്നോട് പറയാനുള്ളൂ, ഇനി പാപം ചെയ്യരുത്. ഇന്ന് നിന്റെ രക്ഷയുടെ ദിവസമാണ്. ഇന്ന് നിന്നിൽ പുതുജനനം പ്രാപിക്കുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആമേൻ.
ഈ സംഭവം ആ സ്ത്രീയുടെ മാനസാന്തരം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. അവൾ മാനസാന്തരപ്പെടുമ്പോൾ അവളെ ഈ സന്തോഷത്തിലേക്ക് നയിച്ചത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവ്. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കല്ലറയ്ക്കലേക്ക് സുഗന്ധമായി വരുന്ന ഒരു സ്ത്രീകളുടെ കൂട്ടമുണ്ട്. ആ കൂട്ടത്തിനകത്ത് ഇവളും ഉണ്ടാകുമെന്ന് എൻ്റെ തമ്പുരാൻ അറിയാം. ആമേൻ. ഇന്ന് രാത്രികാലം ഒരു പാപമോചനം പറഞ്ഞ്, ഒരു മാനസാന്തരം പറഞ്ഞ്, ഒരു ചർച്ചിൻ്റെ അംഗമായിട്ട് നിന്നെ തിരിച്ചയക്കാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. നിന്നിലൂടെ ചില സുഗന്ധങ്ങൾ പുറത്തു വരാനുണ്ട്, ചില പരിമളങ്ങൾ നിന്നോട് പുറത്തു വരാനുണ്ട്. കൃപയുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് സന്തോഷത്തോടെ തമ്പുരാൻ എന്ന് രാത്രി വിളിച്ചു പറയുന്നു. ഒരു മാനസാന്തരപ്പെട്ട് ചർച്ചിനകത്തൊരു അംഗമാകാൻ വേണ്ടി നിന്നെ ഒരു വെറും ഒരു സാധാരണ ഒരു സഭയുടെ അംഗമാകാനാക്കാൻ അല്ല തമ്പുരാൻ നിന്നെ തൊട്ടത്. ഇന്ന് രാത്രി തമ്പുരാൻ നിന്നോട് ഇനി പാപം ചെയ്യരുത്, ദൈവത്തിന്റെ മകളായി ജീവിക്കണം, ദൈവത്തിന്റെ മകനായി ജീവിക്കണം എന്ന് പറയുമ്പോൾ നാളെയുടെ നീളകളിൽ അവൻ നീ സുഗന്ധമുണ്ടാക്കുന്ന ആളായി മാറാൻ പോകുക. ഈ കല്ലറയ്ക്കലേക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പരിമളവുമായി ഓടി വരുന്ന ഒരു മഗ്നക്കാരി മറിയ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ നിക്കോദീമോസ് എന്നൊരു മനുഷ്യൻ 100 രാത്രി സുഗന്ധവുമായി യേശുവിനെ പൂശാൻ വരുന്നുണ്ട്. ആമേൻ. സാധാരണ എല്ലാവരും ഇതൊക്കെ വായിച്ചു വിടും ഈസിയായിട്ട്. ആമേൻ. 100 റാത്തൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാൻ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കുറിച്ചിട്ടോ 46 കിലോ. 100 റാത്തൽ 46 കിലോ. പെർഫ്യൂം ഉപയോഗിക്കാറുണ്ടോ പാസ്റ്റർ? ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഒരു ബ്രൂട്ടൻ്റെ ഒരു 100 മില്ലിയുടെ പെർഫ്യൂം കിട്ടിയാൽ എത്ര നാൾ ഉപയോഗിക്കും? 1 മാസം അല്ലേ? 1 മാസം. നമ്മൾ രണ്ടുപേരും ഒരുപോലെ 1 മാസം. നമ്മൾ 100 മില്ലി ഒരു പച്ച നിറമുള്ള കുപ്പി ബ്രൂട്ടിൻ്റെ സ്പ്രേ 1 മാസം ഉപയോഗിക്കും. യേശുവിനെ നിങ്ങൾ നോക്കിയാൽ 46 കിലോ പെർഫ്യൂം ഒറ്റയടിക്ക് പൂശി കിടക്കുന്നുണ്ട്. 46 കിലോ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൊരു ദൂത്, കൃപയുള്ളവരെല്ലാം ഇതിനകത്ത് ദൈവത്തെ സ്തുതിച്ചു. ഈ നിക്കോദീമോസ് പെർഫ്യൂമുമായിട്ട് വരണമെന്ന് ദൈവ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തീരുമാനിച്ചു. ആമേൻ. നിക്കോദീമോസിനെ കണ്ടുമുട്ടിയെന്ന് തമ്പുരാൻ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. കൃപയുള്ളവർ ദൈവത്തെ സൂചിച്ചാട്ടെ. നീ മാനസാന്തരപ്പെടണം, നീ പാപത്തോട് വിട പറയണം, നീ വേറൊരു മനുഷ്യനായിട്ട് മാറണം. അതെന്തിനാ? നീ ഒരു 100 കിലോ പെർഫ്യൂം കൊണ്ട് വരാനുള്ളവനാ. ഓ റസേ കമാന. നമ്മളെല്ലാവരും എവിടെ വെച്ചോ മാനസാന്തരപ്പെടുമ്പോൾ, എവിടെ വെച്ചോ കരമുയർത്തി കർത്താവിനെ വേണ്ടി സമർപ്പിക്കുമ്പോൾ അവിടെ കൊണ്ട് അവസാനിക്കാനല്ല തമ്പുരാൻ നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മളിലൂടെ ചില പെർഫ്യൂമുകൾ പുറത്തു വരാൻ, ചില സുഗന്ധങ്ങൾ പുറത്തു വരാൻ. ഇനി ആ വാക്യം നമുക്ക് പറയാം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും അവൻ നശിക്കുന്നവരുടെ ഇടയിലും യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ളവരായ ദൈവത്തിന്റെ സൗരഭ്യവാസനയായി എവിടെയെല്ലാം നമ്മളെ അയക്കുന്നു അവിടെയെല്ലാം സുവിശേഷത്തിന്റെ സൗരഭ്യം പരത്തുന്നവരായി നമ്മളെല്ലാവരും ആയിത്തീരുവാൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മളോട് ഇടപെടാൻ പോകുക. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ. ഞാൻ ബൈബിൾ മടക്കി വെച്ചെന്ന് ഓർക്കണ്ട. ഇനിയാണ് ഇതുവരെ ശുശ്രൂഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം എടുക്കാൻ പോകുന്നത്, ശുശ്രൂഷിക്കാനും പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നല്ലപോലെ സ്തുതിച്ച് ആരാധിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രതികൂലം അവസാനിച്ചില്ല. ആരെങ്കിലും കല്ല് താഴെയിട്ടെന്ന് വിചാരിച്ച് പ്രതികൂലം അവസാനിച്ചില്ല. ഒരു കാലഘട്ടത്തിലെ പ്രതികൂലമായിരുന്നു കല്ല്, ഒരു കാലഘട്ടത്തിലെ പ്രതികൂലം. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കേരളക്കരയിലെ 46-ാമത്തെ വയസ്സിൽ മരിച്ചുപോയ ഒരു പഴയ ഒരു ദേവദാസനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരറിയാം നമുക്ക്? പ്രസുപ്തനായ ആരുടെ മുമ്പിൽ ഭയപ്പെടാത്ത അല്ല, അദ്ദേഹം അവരൊക്കെ മാർത്തോമായി സീസയൊക്കെയാണ് പെന്തക്കോസ്റ്റിലെ ഒരു ചെറിയ മനുഷ്യൻ. കേട്ടിട്ടില്ല? എന്താ
സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയല്ല, പുള്ളി മാർത്തോമയായിരുന്നു. ആമേൻ. ശക്തനായൊരു ദേവദാസൻ, അദ്ദേഹത്തിന് ഷുഗർ ബാധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ അവസാനം മുറിച്ചു കളഞ്ഞാണ് അദ്ദേഹം മരിക്കുന്നത്. വെണ്ണിക്കുളത്ത് ഒരിക്കൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ജനിച്ച ആളാണ്, അന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളാണ്. ആമേൻ. വെണ്ണിക്കുളത്തൊരു സുവിശേഷ യോഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഒരു ദിവസം പ്രസംഗിച്ചു, 2ാമത്തെ ദിവസം അദ്ദേഹം അവിടെ പ്രസംഗിച്ചാൽ അദ്ദേഹത്തെ കല്ലെറിയുമെന്ന് ആൾക്കാർ പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹത്തെ കല്ലെറിയുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 2ാമത്തെ ദിവസം എഴുന്നേറ്റ് നിന്ന് ആദ്യം പറഞ്ഞത്, ഇവിടെ ആരൊക്കെയോ എന്നെ കല്ലെറിയുമെന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അദ്ദേഹം അടുത്ത സെന്റൻസ് പറഞ്ഞു, ശിലായുഗത്തിലെ മനുഷ്യ കല്ലായുധമാക്കി മരവുരി ഉടുത്തു മരപ്പൊത്തുകളിൽ പാർത്ത ഒരു കാലഘട്ടം മനുഷ്യനുണ്ടായിരുന്നു. അന്ന് എൻ്റെ ആയുധം കല്ലായിരുന്നു. അന്നാണ് അവൻ കല്ലെറിഞ്ഞത്. അതൊരു കാലഘട്ടമാണ്. അത് കഴിഞ്ഞു പോയത് കൊണ്ട് ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ കല്ലെടുത്തെറിയരുത്. തോക്ക് വിലക്ക് കിട്ടില്ലേ, വെടിവെക്കട എന്നാ പുള്ളി പറഞ്ഞു. ഹല്ലേലൂയ. ഞാനും ഇന്ന് രാത്രി പറയുന്നു, കല്ല് പതുക്കെ ആൾക്കാർ താഴെയിടാൻ തുടങ്ങി. അടുത്ത ആയുധമെടുത്തു. അതാണ് ആമേൻ, സാക്ഷ്യം നഷ്ടപ്പെടുത്തുക. ദേശത്ത് ബ്ലെയിം ചെയ്യുക. ഡോണ്ട് ബീറ്റ് ബട്ട് ബ്ലെയിം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഡോണ്ട് ബീറ്റ് ബട്ട് ബ്ലെയിം. അടിക്കണ്ട, അവൻ ദേശത്ത് നിൽക്കരുത്. അപമാനിക്കണം, അപവാദം പറയണം, ചെയ്യാത്തത് കഥകളാക്കി പറഞ്ഞണം. ആമേൻ. അത് ശത്രുവിൻ്റെ അടുത്തൊരു പദ്ധതിയാ. യേശുവിനെതിരായി അന്നത്തെ യഹൂദന്മാർ ഉപയോഗിച്ച അടുത്ത ആയുധം അതായിരുന്നു. ആമേൻ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ, സന്തോഷിച്ചു തുടങ്ങിയാട്ടെ. അവർ 8-ാം അധ്യായത്തിൽ കല്ല് താഴെയിട്ടവർ അടുത്ത ആയുധമെടുത്തു. 8:13, 8:19, 8:25, 8:41, 8:48, 8:58. 8-ാം അധ്യായത്തിനകത്ത് അവർ കല്ല് താഴെയിട്ടു. എന്നിട്ട് അവർ പോയി. എന്നാൽ അടുത്ത ആയുധം അവർ എടുത്തു. അവർ കർത്താവിനെതിരായിട്ടുള്ള പദ്ധതി നിർത്തിയില്ല. ഇന്ന് രാത്രി ഞാൻ അഭിഷക്തന്മാരോട്, സഭയോട് വിളിച്ചു പറയും, ശത്രു അവന്റെ പോരാട്ടം അവസാനിപ്പിച്ചാൽ അതുകൊണ്ട് അവൻ തീർന്നിട്ടില്ല. അവൻ അടുത്ത പദ്ധതിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അവൻ ജയിക്കത്തില്ല. അവൻ ഓരോ പദ്ധതി മാറി മാറി പ്രയോഗിക്കും. സ്തോത്രം. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. വായിക്കാം 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. പരീശന്മാർ അവനോട് നീ നിന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. നിന്റെ സാക്ഷ്യം സത്യമല്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരാൾ പറ, ഞായറാഴ്ച നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് പറഞ്ഞു, ആ സാക്ഷ്യം സത്യമല്ല. ആ സഭയിൽ അടുത്ത ആഴ്ച വരുമോ? ഒരു മനുഷ്യനെ തകർക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ്. നീ ശരിയല്ല, നിന്റെ സാക്ഷ്യം കറക്റ്റ് അല്ല. യേശുവിന്റെ പ്രവർത്തികളെ ജനം അംഗീകരിക്കാതിരിക്കാൻ, സമൂഹത്തിനകത്ത് യേശുവിനെ താഴ്ത്തിക്കെട്ടാൻ പരസ്യ സ്ഥലങ്ങളിൽ അവർ പറഞ്ഞു പരത്തി അയാൾ പറയുന്ന കള്ളമാണ്, അയാളുടെ സാക്ഷ്യം സത്യമല്ല. ആമേൻ. ഒരു പുതിയ അടവ് നയവുമായിട്ട് ശത്രു ഇറങ്ങി. ആമേൻ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ പദ്ധതി ഇപ്പോഴും ഒരു പുതിയ രൂപത്തിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നുണ്ട്.
കൃപയുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതിൻ്റെ രൂപവും ഭാവങ്ങൾക്ക് വ്യത്യാസം എന്നുള്ളതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ യേശുവിനെതിരായി ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ തന്നെ കല്ലെറിയാൻ വന്നവർക്ക് കല്ലെറിയാൻ പറ്റിയില്ല. രക്ഷപ്പെടത്തില്ലെന്ന് മനസ്സിലായപ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ്. ആമേൻ. നിന്റെ സാക്ഷ്യം സത്യമല്ലെന്ന് പറഞ്ഞു. അതൊന്നും യേശുന്നില്ലെന്ന് കണ്ടപ്പോൾ അടുത്തതിലേക്ക് കടന്നു. വായിക്കാം, 8-ാം 19 അവരവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന്, നല്ല ചോദ്യമല്ലേ, ഇവൻ അപ്പനില്ലാത്തവനാ, കൗലടയൻ. യേശുവിനെ അവൻ അപ്പനില്ലാത്തവനെന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഭയങ്കരമായിട്ട് അപമാനിച്ച് യേശുവിന് വിരോധമായിട്ട് കാര്യങ്ങൾ നിൽക്കുകയാണ്. ഞാൻ എളുപ്പം പോകാം. ഒരു ആത്മീയ ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കുന്നു. സ്തോത്രം. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 8-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഒരു അംഗീകരിക്കാൻ പറ്റാത്ത സമൂഹത്തിന്റെ മധ്യ വളരെയധികം അപമാനിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ അപ്പനാരാ? ലോകത്തിലെല്ലാ മനുഷ്യന്റെ അഡ്രസ് ചെയ്യപ്പെടുന്ന അപ്പൻ്റെ പേരില്ല. യേശുക്രിസ്തുവിനെ അപമാനിക്കുവാൻ യേശുക്രിസ്തുവിനെ അവർ കൗലടയൻ എന്ന് വിളിച്ചു, അപ്പനില്ലാത്തവൻ. മൂന്നാമതായിട്ട് അടുത്തതിലേക്ക് കടക്കുന്നു. ശ്രദ്ധിച്ചേ, യേശുവിനെതിരായി അവർ കൊണ്ടുവന്ന മൂന്നാമത്തേത് 25-ാമത്തെ വാക്യം. അവരവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചു. നിന്റെ അപ്പനാരാന്ന് മാത്രമല്ല, നീ ആരാ? നീ ആരാ? മറിയയുടെ മകനെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു പലയിടത്തും. യേശുവിനെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാൻ പറ്റും അങ്ങനെല്ലാം ആക്ഷേപിച്ചു, തീർന്നില്ല. ആമേൻ. അതിന്റെ 41-ാമത്തെ വാക്യം. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട് ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല. ഇതിനർത്ഥം നിങ്ങൾ എത്ര പേർക്ക് അറിയാം? യേശുവിന് വിരോധമായി അവർ കൊണ്ടുവന്ന ഒരു ആക്ഷേപം, ഞങ്ങൾ ജനിച്ച പോലല്ല നീ ജനിച്ചത് പരസംഗത്താല. അതിൻ്റെ പച്ച മലയാളം ഒരു പക്ഷേ ഇങ്ങനെയുള്ള വേദികളിൽ പോലും പറയാൻ നമുക്ക് വിഷമം. അത്ര നീചമായ ഒരു അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുവിനെതിരായി ഉപയോഗിച്ച പദങ്ങളാണ്. നിന്റെ സാക്ഷി സത്യമല്ല, നിന്റെ അപ്പൻ ആരാണ്, നീ ആരാണ്? ഞങ്ങൾ ജനിച്ച പോലല്ല നീ ജനിച്ചേ, പരസംഗത്താലാണ് ജനിച്ചത്. ഇതൊന്നും യേശുവിനെ തകർക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവർ യേശുക്രിസ്തുവിൻ്റെ നേരെ അടുത്തത് കൊണ്ടുവന്നു. 48-ാമത്തെ വാക്യത്തിൽ 2 ആരോപണങ്ങൾ, 2 ബ്ലെയിമിംഗ് ആണ് കൊണ്ടുവന്നത്. ഒന്നാമത്തത് വായിക്കുന്നു, നീ ഒരു ശമരിയൻ. ജാതി കയറി അടിച്ചു. തിരുവനന്തപുരത്തും ഇതുണ്ട്, കേരളത്തിലുണ്ട്. തൊലിക്ക് നിറം മാറിയാൽ സഭ മാറും. പക്ഷേ ഈ സ്വർഗത്തിൽ എല്ലാ ഒരു ഒന്നിച്ചില്ല പക്ഷേ അല്ലേ? അല്ല, സംശയം കൊണ്ട് ചോദിച്ച അല്ലേ? എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ സഭകളെ തന്നെ ഭിന്നിപ്പിക്കുന്നവരും, ജാതിയുടെ പേരിൽ പാസ്റ്റർമാരെ ഗ്രൂപ്പ് തിരിച്ച് പല സഭകളിൽ അയക്കുന്നവരും കാകളം നനയ്ക്കുമ്പം ഇവിടുന്ന് പോകത്തില്ലെന്ന് ഉറപ്പാണ്. സ്വർഗത്തിൻ്റെ പടി അവർ കാണത്തില്ല. ഏത് നേതാവായാലും ശരി, ഏത് പ്രസിഡന്റ് ആയാലും, ഏത് സെക്രട്ടറി ആണെങ്കിലും സ്വർഗത്തിൻ്റെ പടി കാണുക. കാരണം അത് വേദപുസ്തകത്തിൽ വിരുദ്ധമാണ്. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുക്രിസ്തുവിന് വിരോധമായിട്ട് അവൻ അന്നത്തെ കാലത്തേറ്റ അവഗണിക്കപ്പെട്ട ജാതിയുടെ പേര് പറഞ്ഞു. തമ്പുരാൻ പറഞ്ഞ അത്രയല്ലേ ഉള്ളൂ, ഞാൻ ശമരിയാക്കാരത്തെ കാണാൻ പോവാണല്ലോ, പല പ്രശ്നമില്ലല്ലോ. ഹല്ലേലൂയ. കർത്താവ് ശമരിയാക്കാരൻ്റെ കഥ പറഞ്ഞു. അന്നത്തെ യഹൂദന്മാർ ശമരിയ എന്ന വാക്ക് കൊണ്ട് പോലും ഉച്ചരിക്കത്തില്ല. നിങ്ങൾ പുസ്തകം പഠിച്ചാൽ അതുകൊണ്ടാണ് ശമരിയാക്കാരൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് യേശു അയാളോട് ആ ന്യായശാസ്ത്രിയോട് ചോദിക്കുന്നു, ഇവരിൽ ആരാണ് നല്ല കൂട്ടുകാരൻ? പക്ഷേ ശമരിയാക്കാരൻ എന്ന് പറയേണ്ടതിന് പകരം അയാൾ പറഞ്ഞത് അവനോട് കരുണ കാണിച്ചവൻ എന്നാണ് പറഞ്ഞത്. ശമരിയാക്കാരൻ എന്ന പദം അയാൾ നാവ് കൊണ്ട് പറഞ്ഞില്ല. ഞാൻ മുമ്പോട്ട് പോകാം. ശമരിയാക്കാരൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് അതും ഒക്കാഞ്ഞിട്ട് അതിൻ്റെ അടുത്തതിലേക്ക് കടന്നു. 48-ന്റെ 2-ാം ഭാഗം. നിനക്ക് ഭൂതമുണ്ട്.
യേശുവിനെ കുറിച്ച് ഇനി എന്തെല്ലാം പറയാൻ കഴിയുമോ അതിൻ്റെ ഏറ്റവും നീചമായതിലേക്ക് കടന്നു. അവസാനം യേശുവിനെ അവർ കൊല്ലുവാൻ തീരുമാനിച്ചു. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. ഇന്ന് രാത്രി ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാനും എൻ്റെ ഹൃദയവും കർത്താവിൻ്റെ ആത്മാവിൽ ഒരുങ്ങുകയാണ്. ഈ കൺവെൻഷനിൽ ഇന്ന് രാത്രി യേശുവിൻ്റെ കാൽവറി യാഗത്തിലൂടെ നടന്ന വിടുതൽ അതൊന്ന് പ്രസംഗിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. യേശു ക്രിസ്തു കാൽവറിയിൽ യേശുവിനെ അവർ കൊല്ലുകയായിരുന്നു, എന്നാൽ നമ്മുടെ ഭാഷയിൽ യേശു മരണം പ്രാപിക്കുകയായിരുന്നു. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ. യേശുവിൻ്റെ ശരീരത്തിൽ അവർ അവൻ ഉഴവ് ചാലുപോലെ ശരീരം കീറി മുറിച്ച് യേശുവിനെ അടിച്ചത് യേശുവിനെ വേദനിപ്പിക്കാനാ. കൃപയുള്ളവർ ആരാധിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞു, അതെനിക്ക് വേദനയല്ല, എൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നടക്കുകയാണ്. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശു ക്രിസ്തുവിനെ അവർ പിടിക്കുമ്പോഴും യേശുവിനെ അവർ അടിക്കുമ്പോഴും അവർ യേശുവിനെ ബ്ലെയിം ചെയ്യുവാൻ, യേശുവിനെ തകർക്കുവാനാണ് ശ്രമിച്ചതെങ്കിൽ ആ ഓരോ കാര്യങ്ങളും നമ്മുടെ വിടുതലിന് കാരണമായി മാറി. യേശു അടിച്ച, യേശു കൊണ്ട ഓരോ അടികളും നമ്മുടെ സൗഖ്യത്തിന് കാരണമായി ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവൻ്റെ അടിപ്പിണരുകളാൽ, യെശയ്യാ 53:4, അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സങ്കീർത്തനം 107:20, അവൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടട്ടെ. കൃപയുള്ളവരെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇനി അങ്ങോട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ തൊട്ട് ചില ദൂതുകൾ പറയുന്ന രാത്രിയാണ്. ദൈവിക വിടുതൽ. കാൽവറി ക്രൂശിൽ യേശുനാഥൻ നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളൊന്നും അത് യേശുവിനെ ഉപദ്രവിക്കാൻ അവർ ചെയ്തതാണെങ്കിലും അത് മുഴുവൻ നമ്മുടെ വിടുതലിന് കാരണമായി എന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മനസ്സ് നിറഞ്ഞ് യേശുവിന്റെ മുഖത്തവർ തുപ്പി, യേശുവിന്റെ മുഖത്തെ രോമങ്ങൾ അവർ പിഴുതെടുത്തു, യേശുവിന്റെ മുഖത്തവർ കോലുകൊണ്ട് അടിച്ചു, യേശുവിനെ അവർ വിരൂപമാക്കി മാറ്റി. ഇന്ന് രാത്രികാലം എല്ലാവരും സ്തോത്രം ചെയ്തോ. യേശുവിന്റെ വൈരൂപ്യമാണ് എൻ്റെ സൗന്ദര്യം എന്ന് പറയാൻ മനസ്സുള്ളവർ. യേശു ആളല്ല, കണ്ടാൽ ആളല്ല എന്ന രൂപത്തിൽ യേശു ആയപ്പോൾ അതൊരവസാനമല്ല. ലോകമാനവരാശയം മുഴുവൻ കർത്താവിന്റെ ആ വൈരൂപ്യത്തിലൂടെ സ്വന്തം സൗന്ദര്യത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. കൃപയിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ട്. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. പോകാം നമുക്ക്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായിക്കാം യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ഇഷ്ടം തോന്നി. അടുത്ത വാക്യം. അവൻ അവന് കഷ്ടം വരുത്തി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും. അണ്ടർലൈൻ. അവന്റെ മരണം ഒരു അകൃത്യയാഗമായി 2000 വർഷം മുമ്പ് കാൽവറിയിൽ തീരുമ്പോൾ ആ മരണത്തിലൂടെ ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണ്. സ്തോത്രം. അതിലൂടെ ഒരു തലമുറ പുറത്തു വരികയാ. കൃപയുള്ളവർ കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്. കൃപയുള്ളവർ. അവൻ അകൃത്യയാഗമായി തീരുമ്പോൾ അവനെ ലോകം കഷ്ടം വരുത്തിയ റോമൻ സാമ്രാജ്യവും പിശാചും ഹന്നാസും കയ്യഫാവും ഉൾപ്പെടെ അന്നത്തെ ഓർത്തഡോക്സ് മതവും പിശാചും എല്ലാം യേശുവിന് കഷ്ടം വരുത്തിയെങ്കിൽ ആ കഷ്ടം അങ്ങനെ തീരാനല്ല, അതിലൂടെ ഒരു തലമുറയെ, ഒരു സന്തതിയെ കാണുവാനോ. കരമടിച്ച് ദൈവത്തെ ആരാധിക്കേണ്ടവർ ആരാധിച്ചോ, അഭിഷേകത്തിൽ ദൈവത്തെ സ്തുതിക്കേണ്ടവർ സ്തുതിച്ചോ. ഒരു തലമുറ പുറത്തു വരിക. ഇന്ന് രാത്രി ഞാൻ ആ തലമുറയിലാണ് ഞാൻ നിൽക്കുന്നതും ഉറപ്പുള്ളവർ. ആ തലമുറയിലാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ പുറത്തു വന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ, ഒരു അഭിഷേകം പ്രാപിച്ച തലമുറ, അവൻ ഈ ലോകത്തെ നേടാനുള്ള തലമുറ, സകലത്തെയും അടിമയാക്കുന്ന തലമുറ, അന്ധകാര ശക്തിയെ കീഴടക്കുന്ന തലമുറ, രോഗം സൗഖ്യമാക്കുന്ന തലമുറ.
ഓ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് ലോകത്തിൽ കാണുന്ന ഈ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ലോകത്തിലെ ഏകദേശം 300 കോടിയോളം വരുന്ന ജനം. ആമേൻ. ഒരു ഏകദേശ കണക്കാണ്. അത് മുഴുവൻ കാൽവറി ക്രൂശിലൂടെ പുറത്തു വന്ന തലമുറയാണ്. അതിന് സംശയമൊന്നുമില്ല. എന്നാൽ അതിനകത്ത് നിന്ന് എൻ്റെ തമ്പുരാൻ ഇഷ്ടമുള്ള ഒരു വലിയ തലമുറയുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് ഇഷ്ടം ചെയ്യുന്നൊരു തലമുറ. സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. 24-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറ. ഓ, സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഇതാകുന്നു ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. ഇന്ന് രാത്രി ഞാൻ എങ്ങനെ വിളിച്ചു പറയും? ആമേ. ബൈബിള് ചുമക്കുന്നവരല്ല, ക്രൂശ് മരണത്തിലൂടെ കർത്താവ് നേടിയ തലമുറയാണെങ്കിലും അതിനകത്ത് നിന്ന് ഒരു മൈനോറിറ്റി തമ്പുരാനെ അന്വേഷിക്കുന്ന തലമുറ, കർത്താവിന്റെ വചനത്തിന്റെ കൂടെ നിൽക്കുന്ന തലമുറ, ദൈവനാമത്തെ ഉയർത്തുന്ന തലമുറ. അതിനകത്ത് ഞാനുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതിനകത്ത് ഞാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. ആമേൻ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ ഗതസമനം മുതൽ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറ തകർത്തു പുറത്തു വരുന്നത് വരെയുള്ള 72 hours, 72 മണിക്കൂറിനുള്ളിൽ 5 തലമുറ പുറത്തു വന്നു. അത് മാത്രം ഇന്ന് രാത്രി ഇത് പങ്കിടാം. ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവനും നമ്മളെല്ലാ തലമുറയാണ്. But within 72 hours, ആമേൻ, ഒരു 5 തലമുറ പുറത്തു വന്നു. അതിൽ ഒന്നാമത്തെ തലമുറ ബറബ്ബാസിന്റെ തലമുറയാ. കൃപയുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. അവൻ ആഗ്രഹിക്കുക പോലും ചെയ്യാതെ, അവൻ എൻ്റെ കൂടെ അവൻ ആഗ്രഹിക്കുക പോലും ചെയ്തില്ല. അവൻ അങ്ങനെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു പോലുമില്ല. അർഹിക്കാത്ത സ്ഥാനത്ത് അവനൊരു വിടുതൽ അവൻ്റെ മേൽ വരികയാണ്. അവൻ എല്ലാ ആണ്ടിലും ഒരാളെ വിട്ടുകൊടുക്കുക പതിവുണ്ട്. അതിൽ നിങ്ങൾക്ക് നസ്രായനായ യേശുവിനെ വേണമോ അതോ ബറബ്ബാസിനെ വേണമോ? അപ്പോൾ ജനം മുഴുവൻ പറയാണ്, യേശുവിനെ ക്രൂശിക്കണം, ബറബ്ബാസിനെ വിട്ടുതരണം. അവൻ അർഹിക്കാത്തൊരു വിടുതൽ ലഭിക്കുന്ന ഒരു ബറബ്ബാസിനെ നമുക്ക് ഇവിടെ കാണാം. അവൻ തീർന്നില്ല. ബർ എന്ന വാക്കിന്റെ അർത്ഥം മകൻ എന്നാണ്. മകൻ. ബോസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്പൻ. ബറബ്ബാസ് എന്ന് പറഞ്ഞാൽ അപ്പന്റെ മകൻ. അവൻ ആരാ പേരിട്ടെന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇപ്പോഴാണ് അവൻ ആരായത്? അപ്പൻ്റെ മകനായത്. ഞാൻ നിങ്ങളോട് തിരിച്ചു വയ്ക്കട്ടെ. ഇങ്ങനെ ഗവൺമെന്റ് തീരുമാനിച്ചു, ബറബ്ബാസിനെ വിടാൻ തീരുമാനിച്ചു, ജനം മുഴുവൻ തട്ടഹസിച്ചു യേശുവിനെ ക്രൂശിക്കണമെന്ന്. ഇതിന് സ്വർഗവുമായിട്ട് ഒരു ബന്ധവുമില്ലേ? പറ ഇല്ലേ? ഉണ്ട്. തമ്പുരാൻ അറിയാതെ ബറബ്ബാസ് പുറത്തു വരുമോ? ഇന്ന് രാത്രി ഞാനിതിവിടെ പ്രസംഗിക്കുമ്പോൾ ആ ബറബ്ബാസ് ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. ആ ബറബ്ബാസിന്റെ തലമുറ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ട്. ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് അനുഗ്രഹം പ്രാപിച്ച തലമുറയുടെ പേരാണ് ബറബ്ബാസിന്റെ തലമുറ. ഓ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരർഹതയുമില്ലാത്ത സ്ഥാനത്ത് ഞാൻ ഇങ്ങനെയൊന്നും അനുഗ്രഹിക്കപ്പെടേണ്ടവനല്ല. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ആ ബറബ്ബാസിനെ പോലെ ഒരു കുടുംബദ്രോഹിയായി, ഒരു രാജ്യദ്രോഹിയായി, ആർക്കും വേണ്ടാത്തവനായി, എല്ലാവരും തള്ളപ്പെട്ടവനായി ഒരു ബറബ്ബാസിനെ പോലായിരുന്നു. എന്നാൽ ക്രിസ്തു നിമിത്തം, ഓ സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാണ്, യേശു ക്രിസ്തുവിന്റെ പേര് നിമിത്തം എനിക്ക് അർഹതയില്ലാത്തൊരു വിടുതൽ കിട്ടി എന്ന് ഉറപ്പുള്ളവർ അവൻ ഒരപ്പനും അമ്മയ്ക്കും തിന്നിയും കുടിയനും അനുസരണം കെട്ടവനുമായ ഒരു മകനുണ്ടെങ്കിൽ അപ്പനമ്മമാർ അവനെ മൂപ്പൻ്റെ അടുക്കൽ കൊണ്ടുവരണം.
മൂപ്പന്മാർ അവനെ കുറ്റം വിധിച്ച് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. അഭിഷേകത്തിന്റെ പേരെന്താ? അഖിൽ. എൻ്റെ പേര് കെ എബ്രഹാം. ഈ നിയമം ഇന്നുണ്ടായിരുന്നെങ്കിൽ, ഈ തിന്നിയും കുടിയും അനുസരണം കെട്ടവനെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഈ കസേര കാലിയായിരുന്നേനെ, ഈ മൈക്കും വേറെ ആരെങ്കിലും കയ്യിലിരുന്നേനെ. എന്നെയൊക്കെ ഒരു 7 വട്ടം കല്ലെറിഞ്ഞ് കൊല്ലേണ്ട സമയം കഴിഞ്ഞു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇവിടെയാ ബറബ്ബാസ്. അർഹതയില്ലാത്ത സ്ഥാനത്ത്, ഈ സ്റ്റേജിൽ ഒരു അധ്യക്ഷനായിട്ട് നിൽക്കുവാൻ അർഹതയില്ലാത്ത സ്ഥാനത്ത്, അങ്ങനെ ഒരു കുടുംബത്തിലല്ല ഞാൻ ജനിച്ചത്, അങ്ങനെ ഒരിടത്തല്ല ഞാൻ വളർന്നത്. എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ഞാൻ പോലും അർഹിക്കാത്തത്, ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയും, ഒരു പക്ഷേ ആ പ്രസംഗത്തെ നിങ്ങൾ ആരുമില്ലെങ്കിലും ആ ബറബ്ബാസിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയും, ഒരിക്കലും ഒരു കൺവെൻഷൻ പ്രസംഗകനാകുമെന്നോ, ലോകത്തിന്റെ ഏതെങ്കിലും രാജ്യത്തിൽ വിമാനത്തിൽ കയറി യാത്ര ചെയ്യുമെന്നോ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇടുക്കി ജില്ലയുടെ പീരുമേട്ടില് ഒരു പുല്ലുമേഞ്ഞ പുരയ്ക്കകത്ത് 6 മക്കളിൽ ഒരുവനായി ആഹാരമില്ലാഞ്ഞ് വാവിട്ട് കരഞ്ഞ ഒരു ഹതഭാഗ്യനായി ജീവിച്ച ഒരു മനുഷ്യനായ കെ എബ്രഹാമിനെ ഇന്ന് രാത്രി ഈ സത്യവേദ പുസ്തകം ചുമക്കുവാൻ എന്റെ കർത്താവ് തെരഞ്ഞെടുത്ത് ഇവിടെ നിർത്തിയെങ്കിൽ ആ കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ പുറത്തു വന്നൊരു തലമുറയുടെ ബാക്കി പത്രമാണെന്ന് വിളിച്ചു പറയുമ്പോൾ കൃപയുള്ള എത്ര പേര് ഇന്ന് രാത്രി ആരാധിക്കുന്നവരുണ്ട്? പോകാം നമുക്ക്. ബറബ്ബാസ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ 72 മണിക്കൂറിനുള്ളിൽ തമ്പുരാന്റെ നീതി നിമിത്തം, സ്വർഗത്തിന്റെ പദ്ധതി നിമിത്തം, ആമേൻ, പ്രോഗ്രാം ഓഫ് ഹെവൻ, ദൈവത്തിന്റെ പ്രോഗ്രാം അനുസരിച്ച് പുറത്തു വന്നൊരു തലമുറയുടെ ഭാഗമാണ് ബറബ്ബാസെങ്കിൽ. രണ്ടാമത്തെ തലമുറ നിങ്ങൾ ആരും ചിന്തിക്കുന്ന ആളല്ല ഞാൻ പറയുന്നത്. അയാളുടെ പേര് മൽക്കോസിന്റെ തലമുറ എന്നാ. നിങ്ങൾക്ക് പരിചയമുണ്ട് ആ പുള്ളി വെട്ടാൻ വന്നതാ. പുള്ളി യേശുവിനെ കൊല്ലാൻ വന്ന കൂട്ടത്തിലുള്ള പടയാളിയാ. പക്ഷെ പത്രോസ് അവന്റെ കാതിലിട്ട് വെട്ടി. ആമേൻ. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറയും, ഗദസമനയിൽ വെച്ച് യേശുവിൻ്റെ വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ പോൾ വന്നപ്പോൾ, ആമേൻ, പിശാചിന് മെഡിക്കൽ സയൻസ് ഒക്കെ അറിയാം. അവന് മനസ്സിലായി കാർഡിയാക് അറസ്റ്റാണ്. കാർഡിയാക് അറസ്റ്റാണ്. മൂക്കിനകത്തൂടെ ചെവിക്കകത്തൂടെ രോമകൂമങ്ങളിലൂടെ രക്തം പുറത്തു വരണമെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടായതിനു ശേഷം ഞരമ്പുകൾ പൊട്ടണം. അങ്ങനെയാണെങ്കിൽ വലിയ താമസമില്ലാതെ യേശു മരിക്കും. അങ്ങനെയാണെങ്കിൽ യേശു കുരിശ് ചുമക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. മാനവരാശിയുടെ രക്ഷ നടക്കത്തില്ല. പിശാചിൻ്റെ കണക്ക് കൂട്ടല്ല. അവൻ ഇന്നും ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയൊക്കെ കണക്ക് കൂട്ടി നാളെയും കൂട്ടും. പക്ഷെ ഒന്നും നടക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞാട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തു ഗദസമനയിൽ അവസാനിക്കുമെന്ന് അവൻ വിചാരിച്ചു, മരിക്കുമെന്ന് വിചാരിച്ചു. മരിച്ചില്ല. യേശു അവിടെ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ മനസ്സിലായി, ഒന്നാമത്തെ അറ്റാക്കിൽ ഒരാൾ മരിച്ചില്ലെങ്കിൽ 2ലോ 3ലോ മരിക്കും. ഒരാൾക്ക് രണ്ടാമത്തെ അറ്റാക്ക് വരാൻ എന്ത് ചെയ്യണം? സ്നേഹിക്കുന്ന ആരെ കൊണ്ടെങ്കിലും ഉറ്റുകുടിപ്പിച്ചാൽ മതി. സ്നേഹിക്കുന്ന ആരിൽ നിന്നെങ്കിലും ഹൃദയത്തെ മുറിവേൽക്കുന്ന വാക്ക് കേട്ടാൽ ഒരറ്റാക്ക് വന്നവന് രണ്ടാമത്തെ വരും. അതുകൊണ്ടാണ് അറ്റാക്ക് വന്ന് ആശുപത്രി കിടക്കുമ്പോൾ ഭാര്യയെ കയറ്റി വിടരുതെന്ന് പറയുന്നത്. ആർക്ക് മനസ്സിലാകുന്നത്? കാരണം പുള്ളിക്കാരി കയറി ചെന്നിട്ട് ചേട്ടാ പൈസ എവിടെ ഇട്ടേക്കുന്നത് ചോദിക്കും. പുള്ളിക്ക് രണ്ടാമത്തെ അറ്റാക്ക്. എല്ലാവരുടെയും കാര്യമല്ല, ദൈവകൃപയുള്ളവരൊന്നും അങ്ങനെ അല്ലല്ലോ. സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തുവിനെ കദ്രോനിൽ വെച്ച് തീരും, അതുകൊണ്ട് അവസാനിക്കും, ക്രൂശ് ചുമക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പദ്ധതിയിടുമ്പോൾ സ്വർഗം ഒരു തീരുമാനമെടുത്തു. യേശുവിൻ്റെ മരണക്കടക്ക് ഒരുക്കാൻ അവരൊരുക്കിയ കദ്രോൻ യേശു ഒരു രോഗശാന്തി ഉൾപ്പെടെയുള്ളൊരു ക്രൂസേഡാക്കി കർത്താവ് മാറ്റി. പത്രോസ് വാളെടുത്ത് മൽക്കോസിലിട്ട് വെട്ടി. മൽക്കോസിന്റെ കാത് താഴെ വീഴുമ്പോൾ എൻ്റെ തമ്പുരാൻ ആ കാതെടുത്ത് വെച്ച് അവന് സൗഖ്യം കൊടുത്ത് അവിടെ യേശുവിൻ്റെ 72 മണിക്കൂർ നേരത്തെ ക്രൂശീകരണ സമയത്തിനുള്ളിൽ ഒരു രോഗശാന്തി പ്രാപിച്ച ഒരു തലമുറ കൂടി അതിനകത്തുനിന്ന് എഴുന്നേറ്റ് വരിക. അവനവിടെ വന്നത് രക്ഷിക്കപ്പെടാനല്ല. ഇന്ന് രാത്രിയും ഈ ഓൺലൈനിനകത്ത് ഒരു പക്ഷേ നിങ്ങൾ കയറിയത് രക്ഷിക്കപ്പെടാനല്ല.
പ്രസംഗം കേൾക്കാനുമല്ല, ഒരു മോശമായ കമന്റ് ഇടാൻ വേണ്ടി കയറിയതാ. നിങ്ങൾ കയറിയത് അതിനായിരിക്കാം, പക്ഷേ നിങ്ങളൊരു മൽക്കോസ. ഇന്ന് രാത്രി തമ്പുരാൻ നിനക്കൊരു വിടുതൽ തരികയാ. നിന്റെ ഭാര്യയ്ക്ക് ഒരു വിടുതൽ തരികയാ. നിന്റെ തകർന്നു പോകുന്ന തലമുറയ്ക്ക് ഒരു വിടുതൽ തരികയാ. അവസാനിപ്പിക്കുക. യേശുവിന് വിരോധമായുള്ള പരിപാടി, സുവിശേഷത്തിനെതിരായുള്ളതെല്ലാം അവസാനിപ്പിക്കുക. നിന്നിലൂടെ ഒരു പുതിയ തലമുറ എഴുന്നേറ്റ് വരട്ടെ. മൽക്കോസിലൂടെ ഒരു തലമുറ പുറത്തു വന്നതുപോലെ വിടുതൽ കണ്ടൊരു തലമുറ, അത്ഭുതം കണ്ടൊരു തലമുറ. ഇന്ന് രാത്രി പുറത്തു വരട്ടെ, ഇന്ന് രാത്രി പുറത്തു വരട്ടെ, ഇന്ന് രാത്രി പുറത്തു വരട്ടെ, ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ആമേൻ. തമ്പുരാൻ ഈ മൽക്കോസിന് സൗഖ്യം കൊടുത്തതുപോലെ ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന എവിടെയോ, ഒരുപക്ഷെ റോഡിന്റെ സൈഡുകൾ, കടക്കകത്ത്, വീടിന്റെ ജനാല തുറന്നിട്ട്, ഒരുപക്ഷെ ടി വി എല്ലാം ഓഫ് ചെയ്തിട്ട്, നല്ല കാര്യമാണല്ലോ കേൾക്കാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നു നിനക്ക്, ഇന്ന് രാത്രി ഒരു സൗഖ്യം ദൈവം തരികയാ. ഒരുപക്ഷെ ഓൺലൈനിൽ നീ കേൾക്കുമ്പോൾ വീൽ ചെയറിൽ നിന്നായിരിക്കും കേൾക്കുന്നത്. ഒരുപക്ഷെ ഒരു മൊബൈലിനകത്തൂടെ രോഗിയായിട്ട് കിടക്കിൽ കിടന്നായിരിക്കും കേൾക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അഭിഷക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചാടി എഴുന്നേൽക്കട്ടെ. നീ ഒരു മൽക്കോസായി മാറട്ടെ. ഒരത്ഭുത വിടുതൽ നിന്നിലൂടെ പുറത്തു വരാൻ, ഒരത്ഭുത വിടുതൽ നിന്നിലൂടെ പുറത്തു വരാൻ, എൻ്റെ കർത്താവിൻ്റെ കരം നിന്നിൽ വെളിപ്പെടാൻ കൃപയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചാട്ട് ഇന്ന് രാത്രി ഈ മഹാസമ്മേളനത്തിനിടയിൽ വിടുതൽ പ്രാപിച്ചൊരു മൽക്കോസിന്റെ തലമുറ ഈ രാത്രി പുറത്തു വരാൻ കൃപയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജനറേഷൻ നമ്പർ 3, മൂന്നാമത്തെ തലമുറ, അത് യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗം ചുമന്ന കുറേനക്കാരനായ ശീമോന്റെ തലമുറയാണ്. നിങ്ങൾക്ക് ശീമോനെ കുറിച്ച് എന്തൊക്കെ അറിയാം? നിങ്ങൾ ഇതിനു മുമ്പ് ഈ പ്രസംഗം കേട്ടിട്ടുണ്ടല്ലോ, വേറെ പ്രസംഗങ്ങൾ. കുറേനക്കാരനായ ശീമോൻ, അവൻ ആഫ്രിക്കയോട് ചേർന്നൊരു സ്ഥലമാണ് കുറേന. അവൻ്റെ സ്കിന്ന് കറുപ്പാണ്, ശീമോന്റെ തൊലി കറുത്തതാ. അവൻ ബ്ലാക്ക് ജൂ എന്നവനെ പറയുന്നത്, ബ്ലാക്ക് ജൂ. യേശു സർവാംഗ സുന്ദരനാ, 10,000 അതി ശ്രേഷ്ഠൻ, വെണ്മയും ചുവപ്പുള്ളവൻ. പുറകെ കൊണ്ട് കിട്ടിയതാരെയാ? കറുത്തവൻ. യേശുവിനെ അപമാനിക്കുക എന്നും കൂടെ അതിനകത്തുണ്ട്. യേശുവിനെ അപമാനിക്കുക. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളൊക്കെ ഇവിടുന്ന് ഭയങ്കര അല്ലേലിയൊക്കെ പറയും, ഭയങ്കര അന്യഭാഷയൊക്കെ പറയും. പക്ഷെ തൊലി ഇച്ചിരി കറുത്താണെങ്കിൽ പിള്ളേർ പറയും, അമ്മ എനിക്ക് വേണ്ടെന്ന് പറയും. വേണ്ട കിടക്കുന്നു, ഈ പാസ്റ്റർ എന്തേലും ഒപ്പിച്ചിട്ടേ പോകൂ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്ക്, ആമേൻ, ജാതിയില്ല, ഒന്നുമില്ല, മതവുമില്ല, ഒന്നുമില്ല. രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല ഒന്നാന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ കയ്യൊന്ന് ഉയർത്താൻ ഹല്ലേലൂയ പറയാമോ? നിങ്ങളെ കൈ അങ്ങനെ പിടിച്ചോ, ബാക്കി കൈയൊക്കെ നോക്കി, അപ്പുറത്തെ കൈയൊക്കെ നോക്കി. ഒത്തിരി പോളിയോ വന്നവർ ഇതിനകത്തുണ്ട്. പോളിയോ വന്ന് കയ്യും കാലം തളർന്ന് പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ. കല്യാണം കഴിച്ചെന്നോ? രക്ഷപ്പെട്ടു. ഇല്ല, ഇന്നൊരു പൂട്ടാന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അടുത്ത ദൂത് പറയുമ്പോൾ ചിലപ്പോൾ കൈ കുറച്ചുകൂടെ പൊങ്ങാൻ സാധ്യതയുണ്ട്. എൻ്റെ തമ്പുരാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പം കറുത്ത തൊലിയുള്ള ഒരാൾ ക്രൂശിൻ്റെ പുറകെ പിടിച്ചിരിക്കുക. തമ്പുരാൻ ആ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ശക്തന്മാരായ ശുശ്രൂഷകന്മാർ കറുത്ത തൊലിയുള്ളവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരട്ടെ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച ശുശ്രൂഷകന്മാർ മുഴുവൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ TB ജോഷുവയും ക്രിസും ബെർണാഡ് ബ്ലെസ്സിങ്ങും ഉൾപ്പെടെയുള്ള വമ്പന്മാർ ഉണർവിന്റെ നായകന്മാരായ, ലോക ചരിത്രത്തിൽ ഉണർവിന്റെ നായകന്മാരായ അവൻ പലരും, അവൻ ലോക ചരിത്രത്തെ കീഴ്മേൽ മറിച്ച പ്രഭാഷകരായ പലരും കറുത്ത നാട്ടിൽ നിന്ന് പുറത്തു വരാൻ കാരണം ഒരു തലമുറ കൃപയുള്ളവർ ആരാധിക്കുക. ഒരു തലമുറ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അതാ പുറത്തു വരികയാ.
ജാതിക്കതീതമായി, വർണ്ണത്തിനതീതമായി, വർഗത്തിനതീതമായി ആമേ വരേണ്യതയുടെ അതിർവരമ്പുകളെ തകർത്തുകൊണ്ട് ഒരു തലമുറ എഴുന്നേറ്റ് വരികയാ. അവൻ്റെ മക്കളാണ് അലക്സാണ്ടർ, രൂഫോസ്. ലോക ചരിത്രത്തിലെ പൗലോസിന്റെ തലയിൽ കൈവച്ച് അവൻ പൗലോസിനെയും ബർന്നബാസിനെയും വേലയ്ക്ക് വേർതിരിച്ച നീഗർ എന്ന് പറയുന്ന ആ സൈമൺ എന്ന് പറയുന്നത് അപ്പോസ്തലരുടെ 13-ാം അധ്യായത്തിൽ യേശുവിന്റെ ക്രൂശിയോം എന്ന കുറേനക്കാരനായ ശീമോനാണെന്ന് ചരിത്രം പറയുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ കൂടെ ഒന്ന് കൈയടിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? എത്ര പേർ ക്രൂശിന്റെ ഒരു അറ്റം ചുമന്ന തലമുറയെ ലോകത്തിൽ ഏറ്റവും ശക്തനായ തിയോളജി എന്റെ തലയിൽ കൈവച്ച കർത്താവിന് വേണ്ടി വേർതിരിക്കുന്ന ശുശ്രൂഷക. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആത്മശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി എൻ്റെ കൂടെ ആമേൻ ആരാധിക്കാൻ മനസ്സുള്ളവർ, കർത്താവിനെ സ്തുതിക്കാൻ മനസ്സുള്ളവർ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അടുത്ത 2 തലമുറകൾ പുറത്തു വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ആരാധിക്കും. കീബോർഡിസ്റ്റ് കീബോർഡിൻ്റെ അവിടെ വരും, ഫ്ലൂട്ടിൻ്റെ അവിടെ വരും, ഗിറ്റാറിൻ്റെ അവിടെ വരും, പാഡിൻ്റെ അവിടെ വരും. ഹല്ലേലൂയ. സാമ്പിളറൊക്കെ എല്ലാം റെഡിയാകും. നമ്മളെല്ലാം ഒരുമിച്ച് ഒന്ന് ആരാധിക്കാൻ പോവാ. എഴുന്നേൽക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അന്നേരം ആമേൻ ആത്മാവ് ഹേമിക്കുന്നതനുസരിച്ച്. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന്. എൻ്റെ ഒരു കഷ്ടകാലമുണ്ട്. സ്തോത്രം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഇനി 2 തലമുറയുടെ പുറത്ത് വരാൻ പോകുക. ഈ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു പറ്റം പേർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എഴുന്നേൽക്കട്ടെ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. അവൻ ഇതുവരെയും സംഭവിക്കാത്ത ചിലത് കടാവിളാക ദേശത്ത് തിരുവനന്തപുരത്തെ പാറശാലയിലെ വെള്ളറടയിൽ അവൻ നമ്മുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ കാലി ചവിട്ടുന്നിടത്ത് ദൈവശക്തി ആവരിക്കട്ടെ. നിങ്ങൾ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകട്ടെ. മോൻ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മക്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? നീ കീബോർഡ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങൾ ഇളകണം. ആമേൻ. എനിക്ക് തിരുവനന്തപുരത്ത് ഒരു ചെറിയ സഭയുണ്ട്, വിഴവൂര്. കുറച്ച് പേരേ ഉള്ളൂ. ആമേൻ. എൻ്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കുന്നത് 1-2 സെൻറ്റൻസ് പറഞ്ഞുതരാൻ നിങ്ങളുടെ സഭയിലും പ്രസംഗിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഭയിലെ കീബോർഡിസ്റ്റിനോട് ഞാൻ പറയുന്നത്, നിന്നെ ഞാൻ ആന്ധ്രയ്ക്ക് കൊണ്ടുപോകും. എൻ്റെ സഭയിലെ കീബോർഡിസ്റ്റിനോട് പറഞ്ഞാൽ നിന്നെ ഞാൻ ആന്ധ്രയ്ക്ക് കൊണ്ടുപോകും. അവിടെ ചെന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഭൂതം ഇളകും. അന്നേരം നിന്നെ ഞാൻ എടുത്ത് എൻ്റെ സെൻറ്ററിൽ വിട്ടിടും. പ്രാർത്ഥിച്ച് ഭൂതത്തെ നീ സൗഖ്യമാക്കിക്കോണം. ഒന്നുകിൽ ഭൂതം നീ പ്രാർത്ഥിക്കുമ്പോൾ പോകും, അല്ലെങ്കിൽ ആ ഭൂതം നിന്റെ ദേഹത്ത് കയറും. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അതോടുകൂടി എൻ്റെ കീബോർഡിസ്റ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഫ്രീസലോ, നിന്നെ എൻ്റെ കൈ കിട്ടിയ നിന്നെ കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പിക്കും. ഫ്രീസലോ, കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സഭയിലുള്ള വിശ്വാസികളെ എല്ലാം അവൻ ഭൂതമൊക്കെ ഇളകുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. പാസ്റ്ററെ, സഭയിലെ ഏറ്റവും ഉഴപ്പനെടുത്ത് ഭൂതത്തിന് മുമ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അവൻ അവിടെ കിടന്ന് പഠിക്കും. കൃപയുള്ളവനായിട്ട് പുറത്തു വരും. ഫ്രീസലോ, ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. അവൻ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഒരാത്മശക്തി നമ്മുടെ മധ്യ വ്യാപരിക്കുകയാണ്. 4-ാമത്തെ തലമുറയിലേക്ക് ഞാൻ കയറുമ്പോൾ അത് ക്രൂശിൽ കിടക്കുന്ന കള്ളനാ. നിന്നെ അപമാനിക്കാൻ, നിന്റെ മേൽ അപവാദമുണ്ടാക്കുവാൻ, നിന്റെ പേര് ചീത്തയാക്കുവാൻ യേശുവിനെ ഒരു കള്ളന്റെ കൂടെ ക്രൂശിച്ചപ്പോൾ തമ്പുരാൻ കള്ളനെ പാസ്റ്ററാക്കിക്കൊണ്ട് ക്രൂശിൽ ഇറങ്ങി വരികയാ. ഇന്ന് രാത്രി ആർക്കും വേണ്ടാത്ത ചിലരെ കർത്താവിന്റെ വേലക്കാരായി മാറ്റുന്ന ദൈവ മഹത്വം ഇതിനകത്ത് വെളിപ്പെടുന്നത് അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി എൻ്റെ മേലൊരു കൃപ വ്യാപരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയുന്നു, നാളെ നീ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ, നാളെ നീ ചന്തയിലേക്ക് പോകുമ്പോൾ, നാളെ നീ റോഡിലൂടെ നടക്കുമ്പോൾ, നീ നടന്നു പോകുന്നിടത്ത്, നിന്റെ കണ്ണ് പതിക്കുന്നിടത്ത് അന്ധകാര ശക്തികൾ പുറത്തു വരട്ടെ. നിന്റെ കാലി ചവിട്ടുന്നിടത്ത് അഭിഷേകത്തിനെ നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ദേശത്ത് നിങ്ങൾ ഏത് സഭയുടെ ബന്ധത്തിലായിരിക്കുന്നു അവിടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രികാലം അഭിഷേകത്തിന്റെ ശക്തി. Power of fire is moving. The power of fire is moving. The power of fire is moving. ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ പൈതലാണോ? നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ടോ? നീ കർത്താവിന്റെ കുഞ്ഞാണോ? നീ പ്രാർത്ഥിക്കുന്നിടത്ത് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകും. നീ പ്രാർത്ഥിക്കുന്നിടത്ത് അവൻ തകിടിന്റെ മേൽ കളം വരച്ച അതിൽ മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ എഴുതിയ ആഭിചാരത്തിന്റെ കെട്ടുകൾ, മന്ത്രവാദത്തിന്റെ കെട്ടുകൾ നീ പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറണം. നീ
പ്രാർത്ഥിക്കുമ്പോൾ അഴിഞ്ഞു മാറണോ? കൃപയുള്ളവർ ആരാധിക്കുക. എന്റെ കർത്താവ് നിന്നെ വിളിച്ചത്, ഒരു തലമുറ എഴുന്നേൽപ്പിച്ചത്, നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചത് അവൻ കസേരയില് ഇരുന്ന് അവസാനിപ്പിക്കാനല്ല. എന്റെ തമ്പുരാന്റെ നാമത്തിന് വേണ്ടി നിന്നിലൂടെ ചിലത് പുറത്തു വരോ. ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രി, ഇത് കർത്താവിനെ തൊടുന്ന രാത്രി, ചിലവർ അഭിഷേകത്തിൽ ഇരട്ടി പങ്കുയാതിരിക്കുന്ന രാത്രി. ക്രൂശിൽ കിടന്ന കള്ളൻ നീ രാജാവായി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമെന്ന് പറയാനുള്ള കാരണം, അവൻ പ്രസംഗം കേട്ടില്ല. അവൻ 1.5 മണിക്കൂർ പ്രസംഗമൊന്നും കേട്ടില്ല. ആകെ കൂടി അവന് പറ്റുന്നത് അവിടെ കിടന്നുകൊണ്ട് യേശുവിൻ്റെ ക്രൂശെ വെക്കാനായിട്ട് ഇവരൊരു ബോർഡ് ഉണ്ടാക്കി. ആര്? പീലാത്തോസൊക്കെ. അതിലെന്തെഴുതി? നസ്രയനായ യേശു. യഹൂദന്മാരുടെ ആൾക്കാരെല്ലാം പറഞ്ഞത് അങ്ങനല്ല എഴുതണ്ടേ, അതങ്ങനല്ല. എങ്ങനെ എഴുതണം? യഹൂദന്മാരുടെ രാജാവാണെന്ന് സ്വയം എന്നെഴുതണമെന്ന് പറഞ്ഞു. പീലാത്തോസ് എന്ന് പറഞ്ഞു എഴുതിയത്. അത് പീലാത്തോസിനോട് പറയിപ്പിച്ചാരാ? ദൈവം പറയിപ്പിച്ച. എഴുതി. എന്തിനങ്ങനെ പറഞ്ഞു? ആ എഴുത്താണ് ആ കള്ളനെ മാനസാന്തരപ്പെടുത്തിയത്. 4 ചുവരിന്റെ ഉള്ളിൽ അമ്മേൻ 50 വിശ്വാസികളുടെ സ്വോത്രകാഴ്ച മേടിക്കേണ്ട ആളല്ല. എൻ്റെ നാവിലൊരു തീയുണ്ട്. യോശുവ പറഞ്ഞപ്പോൾ സൂര്യൻ നിന്നെങ്കിൽ അതേ അഭിഷേകമല്ലേ നിന്റെ മേൽ വ്യാപരിക്കുന്നത്. ഈ രാത്രി പ്രാർത്ഥിച്ചോ. ചില ദിവസങ്ങൾ നീ ആത്മതപന വിധിക്കും. ആമേൻ. നീ വെള്ളത്തിലൂടെ, കരയിലൂടെ, ആകാശത്തിലൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്ര ചെയ്യാൻ ഒരുങ്ങിക്കോളാം. ദൈവാത്മാ പറയാ. കൃപയുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇതിനകത്തിരിക്കുന്ന ചിലർ ഇന്ന് രാത്രി ദൂതേറ്റെടുക്കാൻ തയ്യാറാണ്. എൻ്റെ തമ്പുരാൻ പറയുന്നു, നീ സഭ വെച്ചിരിക്കുന്ന ദേശത്തൂടെ നീ ഇറങ്ങി നടക്കുമ്പോൾ നീ നടക്കുന്നിടത്തൊരു അഭിഷേകം വ്യാപരിക്കണമോ? നീ നടക്കുന്നിടത്തൊരു അഭിഷേകം വ്യാപരിക്കണമോ? പവർ 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 പവർ. സന്തോഷത്തോടെ കൃപയുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. കള്ളന് പർദീസെ പോകാൻ 1.5 മണിക്കൂർ പ്രസംഗം വേണ്ട, ഒരു ബോർഡ് വായിച്ചാൽ മതി. സ്തോത്രം. ഞാനിപ്പോ ഏകദേശം 1.5 മണിക്കൂറാകാൻ പോവാ. ആമേൻ. സ്തോത്രം. 5ാമത്തെ തലമുറയുടെ പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. 5ാമത്തെ തലമുറ. നിങ്ങൾ ആരും ചിന്തിക്കുന്ന ആളല്ല. അരിമത്യക്കാരൻ ജോസഫ്. എന്താ ജോസഫിന്റെ പ്രത്യേകത? ആദ്യം പറഞ്ഞ 4 പേർക്കുള്ള പ്രത്യേകതയല്ല. ജീവനുള്ള യേശുവിനെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ജോസഫ് പറയാണ്, ശവം ഞാൻ ശവം വെച്ചൊരു കളി കാണിക്കാം. എന്താ ജോസഫേ നിനക്കുള്ള വെളിപ്പാട്? എൻ്റെ കല്ലറയ്ക്കകത്ത് ഞാൻ ഈ ശവം വെക്കും. എനിക്ക് ഉറപ്പുണ്ട് ഇതവിടെ ശവമായിട്ടിരിക്കത്തില്ലെന്ന്. ഇന്ന് രാത്രി
യേശുവിനെ ക്രൂശിൽ ഇറക്കിക്കൊണ്ടുവരുന്ന ജോസഫിനെ ഒന്ന് ആത്മാവിൽ കാണാൻ മനസ്സുള്ള എത്ര പേര് ഈ ഗ്രൗണ്ടിനകത്ത് ഇരിപ്പുണ്ട്? ക്രൂശിൽ നിന്ന് യേശുവിന്റെ ശവശരീരം പെർമിഷൻ മേടിച്ച് ഇറക്കിക്കൊണ്ട് അവൻ കല്ലറയിലേക്ക് കൊണ്ടുപോകുന്ന ജോസഫിനെ ഒന്ന് നോക്കേ. ഈ യേശു എന്നും ശവമായിട്ട് ഇരിക്കത്തില്ലെന്നും അവൻ യേശു ഉയർത്തെഴുന്നേൽക്കുമെന്നും ആത്മാവിൽ വെളിപ്പാട് പ്രാപിച്ച ഒരു തലമുറയുടെ മുൻപിൽ നിൽക്കുകയാണ് ആര്യമധ്യക്കാരൻ ജോസഫ്. എല്ലാം പുറകറ്റവരെ കർത്താവിനെ ആരാധിക്കുന്ന രാത്രി കൃപയിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിച്ചാട്ടെ, അഭിഷേകത്തിൽ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബറബ്ബാസിന്റെ തലമുറ പുറത്തു വരട്ടെ, അവൻ മൽക്കോസിന്റെ തലമുറ പുറത്തു വരട്ടെ, ഓ ഖുറേനക്കാരൻ ശീമോന്റെ തലമുറ പുറത്തു വരട്ടെ, ക്രൂശിലെ കള്ളന്റെ തലമുറ പുറത്തു വരട്ടെ. അപ്പോൾ തന്നെ അരിമധ്യക്കാരൻ ജോസഫിന്റെ തലമുറ യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വരയ്ക്കപ്പെട്ട ഈ ചിത്രത്തിനകത്ത് ഞാനുണ്ടെന്ന് ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. അർക്ക ജഗദാ രഗജമൻ അന്തല ഭൗഷമൻ ആജിക ജീവ